ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ഈ വചനം വായിച്ചപ്പോൾ നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഈ വചനം വായിച്ചത്. നമുക്ക് ബൈബിളിനകത്ത് കാണാൻ പറ്റും, ചില വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സംശയം ഉണ്ടാവും. ഈശോയുടെ അടുത്ത് ശിഷ്യന്മാർ വന്നിട്ട് പറയുകയാണ്, പീലാത്തോസ് അവരുടെ ബലികളിൽ ഏതാനും പേരുടെ രക്തം കലർത്തിയ വിവരം ഈശോയോട് പറയുമ്പോൾ ഈശോ തിരിച്ച് അവരോട് ചോദിക്കുന്ന 2 ചോദ്യമാണ്. അവരത് അനുഭവിച്ചതുകൊണ്ട് അവരേറ്റവും വലിയ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? ഉത്തരവും ഈശോ പറയുകയാണ്, അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് കർത്താവ് പഴയ നിയമത്തിലെ ഒരു സംഭവം ശിഷ്യന്മാരെ ഓർപ്പെടുത്തുകയാണ്. അന്ന് സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെക്കാൾ വലിയ പാപികളായിരുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? ഉത്തരവും ഈശോ പറയുകയാണ്, അല്ല അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്നേഹിതരെ, അപ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയം വരും. വലിയ 2 ദുരന്തത്തെക്കുറിച്ചാണ് ഈശോ ശിഷ്യന്മാരോട് പറയുക. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ആ ദുരന്തം അനുഭവിച്ചവർ അന്ന് വസിച്ചിരുന്ന ഏറ്റവും വലിയ പാപികളൊന്നും അല്ല. ഈശോ തന്നെ പറയുക, അത് പാപികളല്ല. പാപികളായതുകൊണ്ടല്ല അതങ്ങനെ സംഭവിച്ചത്. പാപികളല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് ഈശോ പറയുന്നില്ല. പ്രീസലോ, പാപികളല്ലെങ്കിൽ പിന്നെ ആരാണ്? വിശുദ്ധനാണ് അല്ലേ? വിശുദ്ധനാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ വീണ്ടും ഒരു ചോദ്യം ഉണ്ടാവും, വിശുദ്ധനായി ജീവിച്ചവർക്ക് എന്തിനാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായത്? വിശുദ്ധനായി ജീവിച്ചവർക്ക് എന്തിനാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായത്? സ്നേഹമുള്ളവരെ, ഞാൻ ഈ നാടുകളിലൊക്കെ ധ്യാനത്തിൻ്റെ സമയങ്ങളിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഞങ്ങൾ പള്ളിയിൽ തന്നെ ഇരുന്നിട്ടും, ഞങ്ങൾ വർഷങ്ങളായി നവീകരണത്തിൻ്റെ ഭാഗമായിട്ടും ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ പലരുടെയും വായിൽ നിന്ന് കേൾക്കുന്ന സ്വരം, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ഒരു വലിയൊരു ആശങ്കയാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക? സ്നേഹമുള്ളവരെ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിന് ഉത്തരവില്ല. എനിക്ക് നല്ല പരിചയമുള്ള ഒരു പെൺകുട്ടി, ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങൾ കണ്ട കാലം മുതലേ വലിയ സ്നേഹം ആ കുഞ്ഞിനോടുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. സ്നേഹം അവൾക്ക് മിക്കപ്പോഴും ജലദോഷവും പനിയും വരും. ജലദോഷവും പനിയും വന്നാൽ പിന്നെ അവളെ കണ്ടാൽ തിരിച്ചറിയത്തില്ല. മുഖമെല്ലാം നീര് വെച്ചൊരു പ്രത്യേക അവസ്ഥയാണ്. അപ്പം ഞാൻ ഇവളുടെ അപ്പനോടും അമ്മയോടും ഇടയ്ക്കിടയ്ക്ക് പറയും, ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു ആശുപത്രി കൊണ്ടുപോയി കാണിക്കണം. മിക്ക ദിവസവും സ്കൂളിൽ പോവില്ല പനിയായിട്ട്. പറഞ്ഞ് അവർ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊച്ചിനെ കാണിക്കാൻ കൊണ്ടുപോയി. സ്നേഹമുള്ളവരെ, ഇവൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഞാൻ ആ വഴി നിൽപ്പുണ്ട്. അവൾ എന്നോട് പറഞ്ഞു, ചേട്ടായി ഞാൻ ആശുപത്രി പോവാ, വൈകിട്ട് കാണാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവൾ പോയി. വൈകുന്നേരം അവൾ വന്നില്ല. അവളുടെ അപ്പൻ്റെ പെങ്ങളും ഹസ്ബൻഡും കൂടെ എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അവർക്ക് എന്തോ ഒരു സംശയം തോന്നിട്ട് വീണ്ടും വിശദമായ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പെങ്കൊച്ചിൻ്റെ തലയ്ക്കകത്ത് ട്യൂമറാണ്. ട്യൂമർ വളർന്നിട്ട് മൂക്കിൻ്റെ അകത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. അതുകൊണ്ടാണ് പെട്ടെന്ന് നീര് കയറുന്ന ഇവക്ക്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത്, അതായത് ഫൈനൽ സ്റ്റേജാണ്, അതുകൊണ്ട് മരുന്നുകൊണ്ടൊന്നും കാര്യമില്ല. സ്നേഹമുള്ളവരെ, വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞു പോയ ഇവളെ ഞാൻ പിന്നെ കാണുന്നത് 13 ദിവസം കഴിഞ്ഞ് മരിച്ച് പെട്ടിക്കകത്താക്കിയാണ് ഞാൻ ഇവളെ കാണുന്നത്. ശരിക്കും നമുക്കറിയാം, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്കൊരിക്കലും അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമുക്കൊരിക്കലും മനസ്സുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഇവളുടെ മുഖമാണ് ഇങ്ങനെ മനസ്സിൽ വരിക. ഞാൻ ഈ കൊച്ചു മരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസവും അതിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആ വീട്ടിൽ ചെന്നു, ഈ ചേച്ചിയുടെ അടുത്തിരിക്കാൻ വേണ്ടി ചെന്നപ്പോഴെല്ലാം ഈ കുഞ്ഞിൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ദൈവം എന്തിനാണ് എൻ്റെ കുഞ്ഞിനോട് ഇത്ര വലിയ ക്രൂരത കാണിച്ചത്? എന്തിനാണ് ദൈവം ഇത്ര വലിയ ക്രൂരത കാണിച്ചത്? എന്നിട്ട് എന്നോട് പറഞ്ഞു, ഓർമ്മ വെച്ചപ്പോൾ മുതൽ അവൾക്ക് ഒറ്റ ചിന്തയുള്ളായിരുന്നു, പള്ളിയിൽ പോകണം. അതെന്നാ മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും അവൾ അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും. എന്നിട്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ട് വന്നതാണ്. അതായത് അവളെ ഒരു സിസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ്. ഞാൻ ഈശോയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്നു. എന്നിട്ട് എന്തിനാണ് കണ്ടു കൊതി നീരുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്? സ്നേഹമുള്ളവരെ, നമുക്ക് ആ ചേച്ചിയോട് പറയാൻ പറ്റുമോ ദൈവം സ്നേഹമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ ചേച്ചി ചോദിക്കില്ലേ, സ്നേഹിക്കുന്ന ദൈവം ഇങ്ങനെയാണോ പെരുമാറുന്നത് ചോദിക്കും. അപ്പം നമുക്ക് ആ ചേച്ചിയോട് പറയാം, ചേച്ചി ദൈവം കരുണയാണ് എന്ന് പറഞ്ഞാൽ ആ ചേച്ചി ചോദിക്കും, കരുണയുള്ള ദൈവം ഇങ്ങനെയാണോ പെരുമാറുന്നത് ചോദിക്കും. ചില സമയത്തുണ്ടല്ലോ നമ്മൾ നിശബ്ദരായി പോകും. ചിലരുടെ ചോദ്യത്തിന് മുമ്പ് നമുക്ക് ഉത്തരം കിട്ടാതായി പോകും. ഈ ചേച്ചിനോട് ചോദിച്ചു, ഇങ്ങനെയാണോ ദൈവം സ്നേഹിക്കുന്നത്? എന്നും പള്ളി പോയ എൻ്റെ കുഞ്ഞിനോട് ദൈവം ഇങ്ങനെയാണ്, ഇതാണ് ദൈവത്തിൻ്റെ കരുണ. സ്നേഹമുള്ളവരെ, ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയുമ്പോൾ ഈ ചേച്ചി ചോദിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഒക്കെ തിരിച്ചു ചോദിക്കും, ഇതെന്ത് സ്നേഹമാണ്?
അല്ലേ, ഇതെന്ത് കരുണയാണെന്ന് തിരിച്ചു ചോദിക്കും. ഞാൻ കുറേ ദിവസങ്ങളിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ ഇടവപ്പള്ളിയിൽ ഒരു ദിവസം ഉച്ച സമയത്ത്, ആരുമില്ലാത്ത സമയത്ത്, ഞാൻ എൻ്റെ ഇടവപ്പള്ളിയിൽ അൾത്താരയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു, കർത്താവ് നീ സ്നേഹമാണെന്ന് ഞാൻ എങ്ങനെ പ്രസംഗിക്കും? ദൈവം കരുണയാണെന്ന് എങ്ങനെ പറയും? ഞാൻ ഈ കുഞ്ഞിനെ കുറിച്ചൊക്കെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചു, എടാ മോനെ, അവൾ മരിച്ചത് യാദൃശ്ചികമാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അല്ല. ഈശോനോട് പറയും, എന്തിനാണെന്നറിയാമോ അവളെ ഞാൻ നേരത്തെ കൊണ്ടുപോയത്? ഈശോ പറയാണ്, അവളുടെ പ്രായമുള്ള അനേകം പെൺകുട്ടികൾ ഈ ലോകത്ത് നശിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതേ പ്രായമുള്ള ഒരു വിശുദ്ധയെ എനിക്ക് സ്വർഗത്തിൽ ആവശ്യമാണ്. ഹല്ലേലൂയ. സ്നേഹിതരെ, കർത്താവിൻ്റെ ഉത്തരം അങ്ങനെയായിരുന്നു. അവളുടെ പ്രായമുള്ള അനേകം കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് നശിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതേ പ്രായമുള്ള ഒരു വിശുദ്ധയെ എനിക്ക് സ്വർഗത്തിൽ ആവശ്യം. സ്നേഹിതരെ, ഈശോ എന്നെ ഒരു പുതിയ കാര്യം പഠിപ്പിക്കുകയാണ്. എന്നറിയാം, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ദൈവത്തെ ആരാധിച്ചിട്ടും വിശുദ്ധിയിൽ ജീവിച്ചിട്ടും കൂദാശകൾ മുടങ്ങാതെ സ്വീകരിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിതമായ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, കർത്താവെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ, സ്നേഹിതരെ, ദൈവത്തിന് ഒറ്റ ഉത്തരവുള്ളൂ. നീ പ്രാർത്ഥിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ ചില തകർച്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സത്യമാണ് സ്നേഹിതരെ, ഇതിനപ്പുറം കർത്താവിനൊരു സ്വപ്നമുണ്ട്. ശരി പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും എനിക്കറിയാം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന, ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പലരും ചോദിക്കും, പള്ളി നിറങ്ങാൻ നേരമില്ലല്ലോ, എന്ന് പറയും. പള്ളി നിറങ്ങാൻ, എന്നിട്ട് നിങ്ങൾക്കിത് സംഭവിച്ചല്ലോ. സ്നേഹിതരെ, ഉറപ്പാണ് നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കുന്ന സമയമാണ്. നിങ്ങളുടെ വിശ്വാസം, അതായത് ചില കൂട്ടായ്മകളിൽ ചിലർ വിട്ടുപോകുന്ന അങ്ങനെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും കിട്ടിയില്ല. സ്നേഹിതരെ, കാരണം അറിയാമോ, കർത്താവ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. വിശുദ്ധരായി ജീവിക്കുന്നവർക്കും ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് മനോഹരമായൊരു സ്വപ്നമുണ്ട്. എൻ്റെ കർത്താവ്, ഞാൻ അന്നുവരെ കാണാത്തൊരു കാഴ്ച കർത്താവ് കാണിച്ചു. കുഞ്ഞു മാലാഹമാരുടെ നടുവിൽ ഞാൻ അവളെ അമ്മുക്കുട്ടി എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്. എൻ്റെ അമ്മുക്കുട്ടി ഇങ്ങനെ വെണ്മയേറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സങ്കടപ്പെടേണ്ട, എൻ്റെ അമ്മുക്കുട്ടി ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ട്. സ്നേഹമുള്ളവരെ, ഞാനിത് പറയുമ്പോഴും ഞാൻ വിശ്വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് എൻ്റെ അമ്മു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, എന്തെന്നറിയോ, എന്തുകൊണ്ടാണ് ചിലത് സംഭവിക്കുന്നത്? അതിന് ഒരു ഉത്തരമുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നതെന്നറിയോ, നമ്മുടെ ജീവിതം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധ ജീവിതം നയിക്കാൻ ചില തകർച്ചകൾ ഉണ്ടാകുമ്പോൾ സ്നേഹമുള്ളവരെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ഈ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തില് 1-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള തിരുവചനമുണ്ട്. പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 8 മുതലുള്ള തിരുവചനം അവരിങ്ങനെയാണ് പറയുക, സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയാണ്, മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നിട്ട് ശ്ലീഹ പറയാണ്, എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അച്ഛത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമിത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പൗലോസ് പറയാണ്, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ശ്രീക പറയാണ്, മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. പറയാണ്, ഞങ്ങൾ പലപ്പോഴും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് തോന്നി. ശ്രീക പറയാണ്, ഈ പീഡനം ഏറ്റപ്പോൾ ഞങ്ങളെ കൊല്ലാൻ വിധിച്ചു. അതായത് കൊല്ലാൻ വിധിച്ചു ഒരു മനുഷ്യനെ പീഡിപ്പിക്കുന്നത് പോലെ അത്രമാത്രം കഠിനമായും ദുസ്സഹമായും പീഡിപ്പിച്ചു. സ്നേഹിതരെ, അത് ശ്ലീഹ പാപം ചെയ്തപ്പോഴല്ല, സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, കർത്താവിന് വേണ്ടി ചില നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ശ്ലീഹ പറയാണ്, മരണത്തിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ പീഡിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ പീഡിപ്പിച്ചു. എന്നിട്ട് ശ്ലീഹ പറഞ്ഞു, എന്തിനാണിത്? ഇത് ഞങ്ങളിൽ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിൽ ആശ്രയിക്കാൻ. സ്നേഹിതരെ, എന്താണെന്നറിയുമോ, നമ്മൾ ഈ സുവിശേഷം പ്രസംഗിച്ചിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും സ്നേഹിതരെ, ചില പീഡനങ്ങൾ ദൈവം അനുവദിക്കുന്നതിനെന്നറിയാവോ, നമ്മുടെ അവസാനത്തെ മാനുഷികതയും തകർത്തിട്ട് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കാൻ ദൈവം നമ്മളെ ഒരുക്കുന്ന സമയമാണ്. അച്ഛത്തി പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹിതരെ, എന്നറിയോ, ഞാനൊരു 2 വർഷം മുമ്പ് ഒരു വലിയ രോഗം ബാധിച്ചിട്ട്
മൂന്ന് പ്രാവശ്യം ഡോക്ടർമാർ മരിച്ചു എന്ന് പറഞ്ഞു. മരിച്ചു വന്നു. എൻ്റെ ഇടുക്കി രൂപതയിലെ എൻ്റെ അച്ഛന്മാർ കുർബാന ചെല്ലി പ്രാർത്ഥിച്ച് എൻ്റെ ആയുസ് ഒന്നുകൂടെ മേടിച്ചെടുത്താണ്. എൻ്റെ രൂപതയിലെ എൻ്റെ അച്ഛന്മാർ ഒറ്റയ്ക്ക് അച്ഛന്മാർ എത്രയോ കുർബാന ചൊല്ലി. അത് 1-2 അച്ഛന്മാരൊന്നുമില്ല, അനേകം പുരോഹിതർ ഒറ്റയ്ക്ക് ബലിയർപ്പിച്ച് എൻ്റെ ആയുസ് തിരിച്ചു മേടിച്ചതാണ്. സ്നേഹവരെ, എന്തിനാണെന്നറിയുമോ? ഈ കർത്താവ് ചില കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ കർത്താവ് പറയും, നമ്മുടെ അവസാനവും നമ്മൾ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ചില ലോകത്തിൻ്റെ ചില കാര്യങ്ങളെ അതിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ചില വിശുദ്ധരെ തിരഞ്ഞെടുക്കാൻ ദൈവം ഒരുക്കുന്നതാണ് ഈ തകർച്ച. പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനാണെന്നറിയോ? പരിപൂർണമായിട്ട് എൻ്റെ ആശ്രയത്വം ദൈവത്തിലാണ്. എൻ്റെ ആശ്രയത്വം ദൈവത്തിലാണ്. യൂദിത്തിന്റെ പുസ്തകം 7:10 വചനം ഇങ്ങനെയാണ് പറയുക: ഇസ്രായേൽ ആശ്രയം വെച്ചിരിക്കുന്നത് അവരുടെ കുന്തങ്ങളിലല്ല, മലമുകളിലാണ്. വചനം പറയുക, ഇസ്രായേൽ ജനം ആശ്രയം വെച്ചിരിക്കുന്നത് അവരുടെ കുന്തങ്ങളിലല്ല, മലമുകളിലാണ്. സ്നേഹമുള്ളവരെ, മലമുകൾ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നമുക്കറിയാം ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. സ്നേഹമുള്ളവരെ, വചനം പറയുകയാണ്, അവർ ആശ്രയം വെച്ചിരിക്കുന്നത് കുന്തത്തിലല്ല, മലമുകൾ എന്ന് പറഞ്ഞാൽ തന്റെ കൈകളിൽ വഹിച്ചിരിക്കുന്ന കുന്തങ്ങളിലല്ലായിരുന്നു ഇസ്രായേൽ ജനത്തിന് ആശ്രയത്വം. മലമുകൾ എന്ന് പറഞ്ഞ മലമുകളിൽ എന്ന് പറഞ്ഞ ദൈവത്തിലായിരുന്നു. കത്തോലിക്ക സഭയിലെ വലിയ വിശുദ്ധനാണ് അൽഫോൺസ് ലിഗോരി എന്ന് പറയുന്ന വിശുദ്ധൻ, അഭിഭാഷകനായിരുന്നു. ഒരിക്കല് ഇങ്ങനെ ജോലി സമയത്ത് ഒരു അഗ്നിഗോളം ഇങ്ങനെ ഈ ചെറുപ്പക്കാരന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അഗ്നിയുടെ നടുവിൽ നിന്നൊരു സ്വരം കേട്ട്, അൽഫോൺസ്, നീ നിന്റെ ജീവിതത്തെ എനിക്ക് തരിക. പെട്ടെന്ന് ജോലി സ്ഥലത്തു നിന്ന് ഇറങ്ങിയിട്ട് ഒരു ദേവാലയത്തിൽ ചെന്ന് ബലിപീഠത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഈ അൽഫോൺസ് ലിഗോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എൻ്റെ ജീവിതം ഞാൻ ഇനി മുതൽ നിനക്ക് തരികയാണ്. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഒരു പുരോഹിതനായിട്ട് മാറും. അതിനുശേഷം തൻ്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വാൾ ഊരിയിട്ട് ആ ബലിപീഠത്തിൽ വെച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇനി മുതൽ എന്നെ സംരക്ഷിക്കുന്നത്, എൻ്റെ ആയുസ്സിനെ സംരക്ഷിക്കുന്നത് എൻ്റെ ശരീരത്ത് കൊണ്ട് നടക്കുന്ന ഈ ആയുധമല്ല, സ്വർഗമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ലോകത്തിലുള്ള സകല അധികാരവും ആശ്രയത്വം വിട്ടിട്ട് ദൈവത്തിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച അൽഫോൺസ് ലിഗോരി എന്ന് പറയുന്ന അഭിഭാഷകനായ ചെറുപ്പക്കാരൻ പിന്നീട് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വലിയ പണ്ഡിതനും വിശുദ്ധനുമായി ഉയർത്തപ്പെട്ടപ്പോഴും സ്നേഹമുള്ളവരെ, പരിപൂർണമായ ആശ്രയത്വം അത് ദൈവത്തിലായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമിത്ത് പച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമിത്ത് എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ കുമളിയിൽ ഒരു 10-12 വർഷക്കാലം ഞാൻ ഒരു ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്നു കുമളിയിൽ. ഞാൻ അവിടെ ടൗണിൽ ഒരു പള്ളിയുണ്ട്, കുമളിയിൽ ടൗണിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ വൈകുന്നേര സമയങ്ങളിൽ ചെല്ലുമ്പോൾ കുമളിയിലുള്ള ഒരു ചുമട്ട് തൊഴിലാളി പള്ളിയുടെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുന്ന കാണാം. വൈകുന്നേരം ഒരു 5 മണി 5:30 സമയത്ത് ആ മനുഷ്യൻ ആ പള്ളിയുടെ മുമ്പിൽ വരും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പള്ളിയുടെ ഗേറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് പള്ളിയുടെ നോക്കിയിട്ട് ചീത്ത വിളിക്കും. 4 തെറി വിളിച്ചിട്ട് ഈ മനുഷ്യൻ വീട്ടിൽ പോകത്തുള്ളൂ. സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. പള്ളിയുടെ മുറ്റത്തൊന്നും ഒരു മനുഷ്യൻ കാണുമല്ലോ, പക്ഷേ ഇത് വിളിച്ചിട്ട് ഈ മനുഷ്യൻ പോകത്തുള്ളൂ. അവിടെ പള്ളിയുടെ മുറ്റത്തെങ്ങാനും ആൾക്കാരും എല്ലാം നിൽക്കുകയാണെങ്കിൽ ഇച്ചിരി വിളിയുടെ ഒച്ച കൂടും, അത്രേ ഉള്ളൂ. സ്നേഹമുള്ളവരെ, ഒറ്റ മകനാണ്, ക്രിസ്ത്യാനിയാണ്, ഒറ്റ മകൻ. ഈ കൊച്ചിന് ബ്ലഡ് ക്യാൻസർ ഉണ്ടായി. ഞാൻ കണ്ടു ഈ കുഞ്ഞിനെ, ഓരോ രോമകൂപത്തിലൂടെ ഇങ്ങനെ ബ്ലഡ് വരും. ഈ കുഞ്ഞ് വേദന കാരണം കിടന്ന് ഉരുളുകയാണ്, ഇവന് സഹിക്കാൻ പറ്റുന്നില്ല. ഈ അപ്പൻ ഈ കുഞ്ഞിനെ കൊണ്ട് പോകാത്ത ആശുപത്രികളില്ല. സ്നേഹമുള്ളവരെ, പള്ളിയുടെ മുറ്റത്ത് നിന്ന് തെറി വിളിച്ചോണ്ടിരുന്ന മനുഷ്യൻ കയറാത്ത ദേവാലയങ്ങളില്ല, പോകാത്ത ധ്യാനഗുരുക്കന്മാരില്ല. അവസാനം ദിവ്യൻ ധ്യാനകേന്ദ്രത്തിൽ പോയി അവിടെ ധ്യാനിച്ചു. ധ്യാനം കൂടിയപ്പോൾ പനകലസൻ പറഞ്ഞു, ഒരു ധ്യാനം കൂടെ കൂടിക്കോ. അപ്പോൾ ഒരെണ്ണം കൂടെ കൂടി, ഒന്നുകൂടെ കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഒന്നുകൂടെ കൂടിക്കോ. ഒന്നുകൂടെ കൂടി, 3 ധ്യാനം കൂടി. അപ്പോൾ പനകലസൻ പറഞ്ഞു, എന്തായാലും വന്നല്ലേ, അവസാനത്തെ ഈ മാസത്തെ ലാസ്റ്റ് ധ്യാനം കൂടെ കൂടിക്കോ. 4ാമത്തെ ധ്യാനം അപ്പനും മോനും കൂടെ അവിടെ നിന്ന് കൂടി. 4ാമത്തെ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് തൊട്ടു, ആ കുഞ്ഞിൻ്റെ രോഗം സൗഖ്യപ്പെട്ടു. ഇന്ന് അപ്പനും മോനും ദിവ്യൻ ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകരാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കാണുന്ന അറിയാമോ? ദേവാലയത്തിന് പള്ളിയുടെ പുറത്തു നിന്ന് തെറി വിളിച്ച ഒരു മനുഷ്യന്റെ ബുദ്ധിയെ കർത്താവ് തകർക്കുകയാണ്. നിന്റെ ആശ്രയത്വം ദൈവത്തിലാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ഇതെല്ലാം ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ കർത്താവ് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നറിയോ? നിന്റെ പരിപൂർണമായ ആശ്രയത്വം അത് ദൈവത്തിലാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെത്തിവെച്ചതിനൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 146 സങ്കീർത്തനത്തില് അതിന്റെ 3ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുക: രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യരിൽ നീ ഒരിക്കലും ആശ്രയം വെക്കരുത്. രാജാക്കന്മാരിൽ വചനം പറയാണ്, മനുഷ്യൻ അവൻ രാജാവാണെങ്കിൽ പോലും അവനിൽ നീ ആശ്രയം വെക്കരുത്. ഒരു രാജാവാണെങ്കിൽ പോലും അവൻ മനുഷ്യനാണ്, അവനിൽ ആശ്രയിക്കരുത്.
അതായത് ലോകത്തിൽ എത്ര ഉന്നതനാണെങ്കിലും, എത്ര പ്രഗത്ഭനാണെങ്കിലും, എത്ര അധികാരമുള്ളവനാണെങ്കിലും, എത്ര സമ്പത്തുള്ളവനാണെങ്കിലും നീ അവനിൽ ആശ്രയിക്കരുത്. കാരണം അവൻ മിണ്ടുന്നില്ലല്ലോ. അവൻ മനുഷ്യനാണ്. എത്ര അത്ഭുത പ്രവർത്തനം അറിവുള്ള ധ്യാനഗുരുവാണെങ്കിലും സ്നേഹമുള്ളവരെ അവൻ മനുഷ്യനാണ്. ശ്രദ്ധിച്ചോണം. അത് ചിലപ്പോൾ ഊതിയാൽ മനുഷ്യവൻ എഴുന്നേറ്റ് പോകുന്ന ധ്യാനഗുരുക്കനാണെങ്കിലും സ്നേഹമുള്ളവരെ അത് മനുഷ്യനാണ്. വചനം പറയാണ്, അവൻ എത്ര ഉന്നതനാണെങ്കിലും അവൻ മനുഷ്യനാണ്. അവനിൽ പ്രത്യാശ വെക്കരുത്, അവനിൽ ആശ്രയം വെക്കരുത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ഈ നാളുകളിലെ കാഴ്ചപ്പാടുകൾ മാറണം. ഞാൻ നിങ്ങൾ ചിന്തിക്കാറുണ്ട്, മനുഷ്യ പാലക്കാട് ധ്യാനത്തിന് പോകുമ്പോൾ കാണാൻ പറ്റും, അവിടുന്ന് കുറേ പേര് വണ്ടി പിടിച്ചോണ്ട് ഹൈറേഞ്ചിൽ നിന്ന് കുറേ പേര് വണ്ടി പിടിച്ചോണ്ട് അങ്ങോട്ട് കർത്താവിന്റെ അവസാനത്തെ വരവ് ഇങ്ങനെയാണെന്നാ പറയുക. മിന്നൽപ്പിണ പുഴ കിഴക്കൊന്ന് പടിഞ്ഞാറോട്ട് എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. സത്യത്തിൽ മനുഷ്യനെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സ്നേഹമുള്ളവരെ, ഞാൻ പറയാം, പോകുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. ചില സ്ഥലങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്തിട്ടുണ്ട്, അവിടെ കൃപയുണ്ട്, ഉറപ്പാണ്. ഇപ്പൊ കൃപാസനത്തിൽ ഞാനും എൻ്റെ അച്ഛനും ഇടുക്കി രൂപതയുടെ ധ്യാനകേന്ദ്രമുണ്ട്, നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ അവിടെയാണ് ശുശ്രൂഷ ചെയ്യുക. സ്നേഹമുള്ളവരെ, ഞാനും അച്ഛനും കൂടെ അവിടെ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്നറിയോ, അത് ധ്യാനകേന്ദ്രത്തിൽ 1-2 നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി അവിടെ പ്രാർത്ഥിക്കും. ഞാനും അച്ഛനും കൂടെ പോയി പ്രാർത്ഥിക്കും. അത് പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് പോകും. സ്നേഹമുള്ളവരെ, എന്ന് പറയുമോ അതൊന്ന് തെറ്റാണ്. അവിടെ നമുക്ക് ചില സ്ഥലത്ത് പോയിരുന്ന ഒരു അഭിഷേകമുണ്ട്, പക്ഷേ നമ്മുടെ തലയ്ക്കകത്ത് ഈ സാധനം കയറരുത്. അവിടെ ചെന്നാലേ അത് ചിന്തിക്കരുത്. അതല്ല നമ്മുടെ ആശ്രയത്വം. ഈ ലോകത്ത് പലതും നടക്കും, പല അത്ഭുതങ്ങളും നടക്കും. അവിടെ എല്ലാം നമ്മൾ പോകണം, നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മുടെ തലയ്ക്കകത്ത് സാധനം കയറി അവിടെ ചെന്നാലേ രക്ഷപ്പെടത്തുള്ളൂ എന്ന് ചിന്തിച്ചാൽ അത് അപകടമാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെ ചിന്തിക്കുന്നവരെ ദൈവം അഗ്നി കൊണ്ടൊരു ശുദ്ധീകരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നറിയാവോ, ഈ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് കർത്താവ് പഠിപ്പിക്കും. എന്നിട്ട് നമ്മുടെ പരിപൂർണമായ ആശ്രയത്വം ദൈവത്തിലാക്കി കർത്താവ് മാറ്റും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെത്തി ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചന പുസ്തകം 17:5 മുതൽ തിരുവചനമല്ലേ നിങ്ങൾ വായിച്ചിട്ടുള്ള വചനം. ജെറമ്യാ പ്രവാചനം 17:5 കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. വചനം അങ്ങനെയാണ് പറയുക. ജെറമ്യാ 17:5 കർത്താവ് അരുളി ചെയ്തു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് വചനം പറയാണ്, എന്താണ്? അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോണി, അതിന് ഋതുഭേദം ഉണ്ടാവില്ല. അത് മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു സ്ഥലത്ത് അത് വസിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, വചനം പറയാണ്, ഈ ദൈവത്തിൽ നിന്ന് ആശ്രയത്തെ മാറ്റിയിട്ട് മനുഷ്യനിലും അധികാരത്തിലും സ്ഥാനമാനങ്ങളിലും ബന്ധങ്ങളിലും ഒക്കെ ആശ്രയം വ്യക്തമായി അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോണേ, അതിന് ഋതുഭേദം ഉണ്ടാവും, അതിന് മാറ്റം ഉണ്ടാവത്തില്ലെന്നാ പറയാം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾ 10-20 വർഷമായ ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്. നവീകരണത്തിൽ വന്നിട്ട് 10-20 വർഷമായ ചില മനുഷ്യർ, പ്രൈസ് ദി ലോർഡ്, ഒരു കൊന്തയെല്ലാം പറഞ്ഞാൽ അവർക്ക് മിണ്ടുന്നില്ല, അവർക്ക് അറിയത്തില്ലെന്നാ പറയാം. ഒരു കൊന്ത എന്ന് ലീഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. എന്നാ 20 വർഷമായിട്ട് മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. ഒരു മാറ്റമില്ല, ഒരു വളർച്ചയില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണം. അത് ആത്മീയ മേഖലയിൽ ഉണ്ടാകണം, ഭൗതിക മേഖലയിലും ഉണ്ടാകണം. സ്നേഹമുള്ള കൂട്ടായ്മ വളർച്ചകളും ഉണ്ടാകണം. നമുക്ക് വളരാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്നറിയോ, നമ്മൾ അല്പം കൂടി ദൈവത്തിൽ ആശ്രയിക്കണം. വചനം പറയുകയാണ്, ഈ ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടിട്ട് മനുഷ്യനിലേക്ക് ആശ്രയിക്കാൻ തുടങ്ങുമ്പോഴാണ് അവന് മരുഭൂമിയിലെ വരണ്ട് ഒരു നിലത്ത് വസിക്കും. അതിന് ഋതുഭേദമുണ്ട്, അതിങ്ങനെ നിൽക്കും, മരിക്കുന്നതും വരെ ഇങ്ങനെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചില വ്യക്തികളെ കർത്താവ് അഭിഷേകം ചെയ്യും ശുശ്രൂഷയ്ക്ക്, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്യും. സ്നേഹമുള്ളവരെ, പക്ഷേ അവരുടെ ഒരു പിടുത്തം എപ്പോഴും എവിടെ കാണും? മിണ്ടുകയില്ല. എവിടെ കാണും? ആ ലോകത്തിൽ കാണും. അവരുടെ പിടുത്തം ലോകത്തിൽ കാണും. സ്നേഹമുള്ളവരെ, ദൈവം അവനെ അഭിഷേകം ചെയ്തിരിക്കുന്ന വലിയ കാര്യം ചെയ്യാന്നായിരിക്കും. കുറെ ആത്മാക്കളെ നേടാൻ, കുറെ സുവിശേഷം പറയാൻ കർത്താവ്. പക്ഷേ ഈ കർത്താവ് കൊടുത്ത അഭിഷേകം കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ അവന് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. എന്നറിയാമോ? എപ്പോഴും ഒരു പിടുത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു കൂട്ടായ്മയ്ക്ക് വിളിക്കുമ്പോൾ പറയും, അയ്യോ ഇന്ന് 2 പണിക്കാരെ കിട്ടി, ഇന്ന് പോയാൽ പിന്നെ അവരെ കിട്ടത്തില്ല. സ്നേഹം, അവൻ ആത്മീയത വളരത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഓട്ടോ ഓടിക്കുന്നവൻ.
കൂട്ടായ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ കോൾ വരും. അവർ 50 രൂപയുടെ ഓട്ടം വന്നാൽ അന്നേരം അവൻ ആ കൂട്ടായ്മ ഇട്ടിട്ട് പോകും. ഇങ്ങനെ ഇരിക്കും. സ്നേഹിതരെ, ദൈവം നമ്മളെ വിളിച്ചതും അഭിഷേകം ചെയ്തതും അത് വളരാനാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സർവീത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിതരെ, വളരുന്നില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കണം. പരിപൂർണമായും നമ്മുടെ ആശ്രയത്വം ദൈവത്തിലായില്ല. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സർവീത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ അങ്ങനെയല്ല പറയുക. 13-ാം അധ്യായത്തിൽ അവിടെ സൂസന്ന ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കൊല്ലാൻ വിധിച്ചിട്ട് നഗരത്തിന് നടുവിൽ നിൽക്കുമ്പോൾ 13-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുക. 13:35 ഇങ്ങനെ പറയുക, അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറയുകയാണ്, സൂസൻ ഇങ്ങനെ എല്ലാവരും എതിരാണ്, ഒരു സാധ്യത പോലുമില്ല രക്ഷപ്പെടാൻ. വചനം പറയുക, സൂസന്ന കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുയർത്തിയിട്ട് കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. കർത്താവിൽ. വചനത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ലോകം മുഴുവൻ എതിരാണ്, ചുറ്റും നിൽക്കുന്നവർ മുഴുവൻ എതിരാണ്, കുടുംബത്തിലുള്ളവരെതിരാണ്, രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. സ്നേഹമുള്ളവരെ, പക്ഷേ ദൈവത്തിന്റെ പക്കലേക്ക് സൂസൻ, വചനം പറയാണ്, കർത്താവിന്റെ പക്കലേക്ക് സൂസന്ന കണ്ണുയർത്തി കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, സമ്പൂർണമായ സമർപ്പണം ദൈവത്തിന് കൊടുക്കുകയാണ്. സമ്പൂർണമായ സമർപ്പണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കം വരുന്നുണ്ടോ? കണ്ണു തുറന്നിരുന്നു കേട്ടോ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ കട്ടപ്പനയിൽ നിന്ന് ഇത്രയും പനിയും പിടിച്ച് വണ്ടി ഓടിച്ച് വന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഉറങ്ങല്ലേ കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരു അമ്മ തൻ്റെ 6 മാസമായ കുഞ്ഞിനെയും കൊണ്ട് വെച്ചൂർ പള്ളിയിൽ പോയി. വെച്ചൂർ പള്ളി മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ്. ആ പള്ളിയിൽ പോയിട്ട് ഈ കുഞ്ഞിനെ മാതാവിന് അടിമ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ അടിമ വെച്ച അച്ഛന് ഈ അമ്മയോട് പറഞ്ഞു, ഇനി മുതൽ ഈ കുഞ്ഞിൻ്റെ അമ്മ നീയല്ല, പിന്നെ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. ഈ അമ്മ മരിക്കുന്നത് വരെ എല്ലാ വർഷവും സെപ്റ്റംബർ മാസം 8-ാം തീയതി ഈ വെച്ചൂർ പള്ളി പോയി അടിമപ്പണം പുതുക്കി പ്രാർത്ഥിക്കുക എന്ന് പറയാം. അടിമപ്പണം പുതുക്കി പ്രാർത്ഥിക്കാൻ. സ്നേഹമുള്ളവരെ, അങ്ങനെ 6-ാം മാസത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വെച്ചൂർ പള്ളിയിൽ പോയി ദൈവത്തിന് സമർപ്പിച്ച കുഞ്ഞാണ് പിന്നീട് ഭാരത സഭയിലും കേരള സഭയിലും വിശുദ്ധനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. സത്യം പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, തൻ്റെ മകന്റെ പരിപൂർണമായ ആശ്രയത്വം ദൈവത്തിന് കൊടുക്കുക. ഞാൻ എൻ്റെ ഫോണിനകത്തൊരു അലാമുണ്ട്, 2:50 അടിക്കുന്ന ഒരു അലാമുണ്ട്. 2:50 അതെല്ലാം സ്ഥിരമായിട്ട് എൻ്റെ ഭാര്യയുടെ ഫോണിൽ കറക്റ്റ് 2:50 ഈ അലാം അടിക്കും. അത് ഉച്ച കഴിഞ്ഞിട്ടല്ല, വെളുപ്പിനെയാണ്, രാത്രിയിൽ വെളുപ്പിന്. എന്താണെന്നറിയാമോ? ഞങ്ങൾ രണ്ടുപേരും കൂടി എഴുന്നേറ്റ് മുഖം കഴുകി ബ്രഷ് ചെയ്തിട്ട് 3 മണിക്ക് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ചിലപ്പോൾ ധ്യാനത്തിന് പുറത്താണെങ്കിലും കറക്റ്റ് സമയത്ത് ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. വീട്ടിലാണെങ്കിൽ ഒന്നിച്ച് എഴുന്നേറ്റിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മക്കളുടെ കാൽക്കലിരുന്ന് 3 മണിയാകുമ്പോൾ ഇച്ചിരി കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറയും, ഈ കുഞ്ഞുങ്ങളെ, ഈ കിടക്കുന്ന മക്കളെ വളർത്താൻ നമുക്ക് പറ്റില്ല, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹം, ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അത് സമ്പത്തുണ്ടെങ്കിലും സ്ഥാനം അധികം അതുകൊണ്ടൊന്നും കഴിയില്ല. സ്നേഹമുള്ളവരെ, ദൈവത്തിലുള്ള ആശ്രയത്വം ജീവിക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. അതൊന്നും നഷ്ടപ്പെടാൻ അധികം നേരമൊന്നും വേണ്ട. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്ന്, ഒരു ദിവസം 2 ഇഞ്ചക്ഷൻ എടുക്കണം. ഒരു ഇഞ്ചക്ഷൻ 1.5 ലക്ഷം രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്. അതായത് ഒരു ദിവസം 3 ലക്ഷം രൂപയാണ് ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ആ മനുഷ്യൻ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. ഇല്ല, പണ്ടേ മരിച്ചു പോയനെ, പാവപ്പെട്ടവനാണ്, പണ്ടേ മരിച്ചു പോയനെ. സ്നേഹമുള്ളവരെ, അറിയാമോ, നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരായുസ് മുഴുവന് കൂട്ടിവെച്ച സമ്പാദ്യം ഇങ്ങനെ മലയിടിഞ്ഞ് വീഴുന്നത് പോലെ നോക്കി നിൽക്കുമ്പോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കി നിൽക്കുമ്പോൾ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അറിയാമോ, ഇതെല്ലാം തകർത്ത് കളയും ദൈവം. ഇതൊന്നും അല്ല സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തിൽ പരിപൂർണമായി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്തെ ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്തെ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വീണ്ടും പറയുകയാണ് ചെറിയ പ്രഭാഷണ പുസ്തകം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അടുത്ത വചനം പറയുകയാണ്, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല, അതിന്റെ ഇലകൾ എപ്പോഴും പച്ചയാണ്, അതെപ്പോഴും
ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ. സ്നേഹിതരെ, പ്രാർത്ഥിക്കുന്നവരുടെ മുഖം വാടരുത് കേട്ടോ, മുഖം വാടരുത്. പ്രാർത്ഥിക്കുന്നവരുടെ തല ഉനിയരുത്. വചനം പറയും അവൻ ആറ്റുതീരത്ത് നട്ട, അവന് നമ്മൾ പറയാറില്ല തീയിൽ കുരുത്തത് എന്ന് പറയും. പ്രാർത്ഥിക്കുന്നവൻ അവൻ തകർന്നാൽ പിന്നെ കർത്താവിന്റെ പിടിവിട്ടു. എന്നറിയാമോ, കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കേണ്ടവരുടെ കൈ തളർന്നു തുടങ്ങിയാൽ പിന്നെ കർത്താവിന് ഈ ലോകത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ ആളില്ലാതായി പോകും. പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്തിലൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കാരണം അറിയാം, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ കർത്താവിന്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. കർത്താവിന്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അത് നമ്മൾ ചിന്തിക്കുന്നത്, ഈ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു സുവിശേഷം പറയുന്നത് ഇത് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലേ? ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തില് 9-ാം അധ്യായം ഒന്നെടുത്ത ലൂക്കാസ് സുവിശേഷം അതിന്റെ 9-ാമത്തെ അധ്യായത്തില് ഈ 57-ാമത്തെ ഒരു വചനമുണ്ട്. ലൂക്കാസ് സുവിശേഷം 9:57. ബൈബിളുണ്ടോ? ലൂക്കാസ് സുവിശേഷം 9:57. അവർ പോകും വഴി നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. ഈശോ പറഞ്ഞു മരിച്ചവരെ സംസ്കരിക്കട്ടെ, ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരു പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യന. നിങ്ങൾ ശ്രദ്ധിച്ചോണേ വചനം ശ്രദ്ധിച്ചോണം. ഈശോ ശിഷ്യന്മാരും ഇങ്ങനെ പോകുമ്പോഴേ ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ട് ഈശോട് പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം, ഞാൻ വരാം. ഈശോ പറയാണ്, കുറുതരികൾക്കും ആളകൾക്കും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്ര തലയായിക്കാൻ ഇടമില്ല. ചോദിച്ചതിന് ഉത്തരമല്ല കർത്താവ് പറയുന്നത്, ആണോ? അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈശോയോട് പറയും കർത്താവ് ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞപ്പോ കർത്താവ് വേറൊരു ഉത്തരം പറയാണ്, കുറുനരികൾക്കും ആളുകൾക്കും ആകാശത്തിലെ പറവ് കൂടുതൽ, മനുഷ്യപുത്ര തലയായിക്കാൻ ഇടമില്ല. ശരിക്കും ഈ മനുഷ്യന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അതിനകത്തുണ്ടായിരുന്നു, ഇല്ലായിരുന്നോ? ഇടുന്നില്ല. ഉണ്ടായിരുന്നു. അത് പോസിറ്റീവ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നോ? മിണ്ടുന്നില്ല. പറഞ്ഞേ, നെഗറ്റീവാ. ശരിക്കും ആ മനുഷ്യന്റെ മനസ്സ് കർത്താവ് പറഞ്ഞേ തളർത്തി കളയുവാണ്. ശരിയാ, നീ പോരണ്ടെന്ന് തന്നെയാണ് ആ വാക്കിനർത്ഥം. സ്നേഹമുള്ളവരെ, എന്നിട്ട് കർത്താവ് അവിടെ ചുമ്മാ നിന്ന് ഒരുത്തനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ. പോരാന്ന് പറഞ്ഞവനോട് പോരണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചുമ്മാ നിന്ന് ഒരു മനുഷ്യനോട് പറയാണ്, എന്റെ പുറകെ പോരാൻ പറയാം, എന്റെ പുറകെ പോരാ. സ്നേഹമുള്ളവരെ, കാരണം എന്തറിയാമോ? ഈ കർത്താവിന്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ ആഗ്രഹിച്ചാൽ കിട്ടുന്ന കാര്യമല്ല, അത് തെരഞ്ഞെടുപ്പാണ്. ചതി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഈ ഒരു സൗഹൃദ, അങ്ങനെ അല്ലേ, സൗഹൃദ കൂട്ടായ്മ, അങ്ങനെയല്ല, നിങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കാന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവരെ, അത് ദൈവത്തിന്റെ വിളിയാണ്. അതൊരു തെരഞ്ഞെടുപ്പ്, അത് ആഗ്രഹിച്ചാൽ കിട്ടുന്ന കാര്യമല്ല. പ്രൈസലോ. ചതി പറഞ്ഞേ ഹല്ലേലൂയ. ബേബിച്ചാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറഞ്ഞു, ആള് കുറവായിരിക്കും കേട്ടോ. ആള് എനിക്കൊരു വിഷമമില്ല, കാരണം എനിക്കറിയാം, ഞാനൊരു ധ്യാന കേന്ദ്രത്തിലാവുമ്പോൾ ഞാനൊരു ശുശ്രൂഷയ്ക്ക് ഒരാളെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, ദൈവമേ ആള് വരുമ്പോൾ ശുശ്രൂഷയ്ക്ക് ദൂരെ നിന്ന് വരുമ്പോൾ ആളില്ലെങ്കിൽ വിഷമോ. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്നറിയോ സ്നേഹങ്ങളെ, ഞാൻ 5 പേരെ വെച്ച് 5 ദിവസം ധ്യാനിപ്പിച്ചിട്ടുണ്ട്. പ്രൈസലോ. എനിക്കതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല സ്നേഹം. കാരണം അറിയാമോ, ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ദൈവത്തിന്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തെരഞ്ഞെടുപ്പാണ്. വചനം പറയും, അവിടെ ചുമ്മാ നിന്ന് ഒരു മനുഷ്യനോട് നീ എൻ്റെ കൂടെ പോര്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ അപ്പൻ മരിച്ചുപോയി, അപ്പനെ അടക്കിയിട്ട് വരാന്ന്. അപ്പനെ അടക്കിയിട്ട്, വളരെ ന്യായമായ ഒരു കാര്യമാണ് ആ മനുഷ്യൻ പറഞ്ഞത്. കർത്താവേ അപ്പൻ മരിച്ചുപോയി, അപ്പനെ അടക്കിയിട്ട് വരാന്ന്. ഈശോ പറഞ്ഞു, എന്ത് പറഞ്ഞു? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ തന്നെ. അതായത് ഈശോയുടെ കാലഘട്ടത്തിൽ ഒരാൾ മരിച്ചാൽ ആ വ്യക്തി മരിക്കുന്ന സമയം തൊട്ട് അവനെ അടക്കുന്ന സമയം വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സമൂഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഈശോയുടെ കാലഘട്ടത്തിൽ. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരു പെങ്കൊച്ചിന്റെ കല്യാണം ഉറപ്പിച്ചു, ആരെ ഏൽപ്പിക്കും? ഇവൻ മാനേജ്മെന്റ് അല്ലേ, അവരാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈശോയുടെ കാലത്തിൽ ഒരാൾ മരിച്ചാൽ ആ മനുഷ്യൻ മരിക്കുന്ന സമയം മുതൽ അടക്കുന്ന സമയം വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു അവരെ വിളിക്കുന്ന പേരാണ് മരിച്ചവരെ സംസ്കരിക്കുന്നവർ. സ്നേഹമുള്ളവരെ, ശരിക്കും
ഈ മലയാള ഭാഷയിൽ ഈ ബൈബിൾ മാറ്റുമ്പോൾ ചെറിയൊരു വാക്ക് വ്യത്യാസമുള്ളൂ. ശരിക്കും ഈശോ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്: മരിച്ചവർ തങ്ങളെ മരിച്ചവരെ അടക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒറ്റ അർത്ഥമുള്ളൂ. ഈശോ പറയുകയാണ്, നിന്റെ അപ്പം മരിച്ചാൽ ആ മരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരാള് പറ ഉണ്ട്, അവരത് ചെയ്തോളും. നീ പോയി എന്ത് ചെയ്യണം? ദൈവരാജ്യം പ്രസംഗിക്കണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹം, ഇതാണ് ഈശോ പറയാം, മരിച്ചവർ തങ്ങൾ മരിച്ചു. അപ്പൊ നമ്മൾ ചിന്തിക്കും മരിച്ചവർ അങ്ങനെ മരിച്ചു. ഈശോ പറഞ്ഞതിന് അർത്ഥം ഇത്രേ ഉള്ളൂ: അത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ചിലരുണ്ട്, അവരത് ചെയ്തോളും. നീ പോയി ദൈവരാജ്യം. കാരണം വിളിച്ചവന്റെ ശുശ്രൂഷ, അവന്റെ ആശ്രയം അപ്പനിലൊന്നുമല്ല, അമ്മയിലൊന്നുമല്ല. നീ പരിപൂർണമായി ദൈവത്തിൻ്റെതാകണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും ഈശോ പറഞ്ഞെന്നറിയാമോ? നിന്റെ അപ്പനേക്കാൾ വലുതാണ് എന്ത്? ദൈവം. കർത്താവ് അതാ പഠിപ്പിക്കുക, നിന്റെ അപ്പനേക്കാൾ വലുതാ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഭാര്യയുടെ കാര്യം നോക്കി, ഭർത്താവിന്റെ കാര്യം നോക്കി, മക്കളുടെ കാര്യം നോക്കി റിട്ടയർ ആയി എന്നാ പിന്നെ ഇനി കുറച്ചു കാലം കർത്താവിന്റെ കൂടെ, അതല്ല സ്നേഹമുള്ളവരെ, അതല്ല. നമ്മുടെ അപ്പനേക്കാളും നമ്മുടെ അമ്മയെക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും മുകളിലാണ് ആര്? ദൈവം. ഈ ഒരു ആശ്രയത്വത്തിലേക്ക് ദൈവം വളർത്തും. ഈശോ അതുകൊണ്ടാണ് പഠിപ്പിക്കുക, അപ്പം മരിച്ചു, അപ്പനെ അടക്കുന്നവരെ ഇറക്കിയിട്ട് പോകട്ടെ എന്ന് പറയും. പ്രീസലോ, നിങ്ങൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട് ഇതേ ഒരു സംഭവം. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലാണ്. എന്താണെന്നറിയോ? ഈ ഏലിയ പ്രവാചകൻ വയലിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എലീഷ വയലില് കാളകളെ കൊണ്ട് എന്ത് ചെയ്യാണ്? പറഞ്ഞേ, ഉഴുതുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ഏലിയ അങ്കിയെടുത്ത് എലീഷയുടെ മേലിട്ടു. പെട്ടെന്ന് ഈ ചേറിനകത്തുനിന്ന് ഏലിയ ഇങ്ങനെ കയറി വന്നിട്ട് ഏലിയായോട് പറഞ്ഞു, ഗുരു, എൻ്റെ മാതാപിതാക്കളോട് യാത്ര പറയാൻ എന്നെ അനുവദിക്കണം. ഏലിയ എന്നാ പറഞ്ഞു? കേട്ടിട്ടില്ല ഇത്. ഏലിയ എന്നാ പറഞ്ഞു? പൊക്കോളാൻ പറഞ്ഞു, പോകണ്ടെന്ന് പറഞ്ഞു. അറിയത്തില്ല. അയ്യോ കഷ്ടം, പഴയ നിയമം എല്ലാം കടന്നുപോയി, പഴയതെല്ലാം കടന്നുപോയി, പുതിയത് വന്നെന്ന് പറഞ്ഞ പോലെയാണ്. ഏലിയ എന്നാ പറഞ്ഞു? അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞ? ഏലിയ പറഞ്ഞു എന്താണെന്നറിയുമോ? പൊക്കോളാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടില്ല അത്? പിന്നെയാണ് ഏലീഷ ചെന്നിട്ട് അതായത് കലപ്പ കത്തിച്ചിട്ട് കാളെ കൊന്ന് വേവിച്ച് വിരുന്ന് നടത്തിയിട്ട് പിന്നെ ഏലിയായുടെ പുറകെ പോകുന്നത്. അങ്ങനെയാണ്. അത് ബൈബിളിനകത്തുള്ള രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ. സ്നേഹമുള്ളവരെ, ഏലിയ പറഞ്ഞു എന്ത് ചെയ്ത്? പൊക്കോളം. ഇതേ സംഭവമാണ് ഇത്. ഈശോയോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അപ്പം മരിച്ചുപോയി, അടക്കാൻ പൊക്കോട്ടെ. ഈശോ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. ഏലിയായോട് എലീഷ എന്ന് ചോദിച്ചു, അപ്പനും അമ്മയോടും ചോദിച്ചിട്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചു, യാത്ര പറയാൻ പൊക്കോട്ടെ. ഏലിയ എന്നാ പറഞ്ഞു? പൊക്കോളാൻ പറഞ്ഞു. സ്നേഹമുള്ളവരെ, അതിനർത്ഥം എന്താണെന്നറിയോ? ഈ പഴയ കാലത്തിൽ ഏലിയായുടെ കാലഘട്ടത്തിൽ ദൈവത്തിന് സമർപ്പിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായി മാറാൻ കുറേ സമയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് സമയമുണ്ടായിരുന്നു. പക്ഷെ ഈശോയുടെ കാലഘട്ടമായപ്പോഴേക്കും സ്നേഹമുള്ളവരെ, ഈശോ പഠിപ്പിക്കുകയാണ്, സമയമില്ല, മറ്റെന്തിനേക്കാളും വലുത് എന്താണ്? ദൈവമാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഏലിയായുടെ കാലഘട്ടം കഴിഞ്ഞു, സമയമുണ്ടായിരുന്നു. ഏലിയായുടെ കാലം അപ്പനോട് പോയി യാത്രയൊക്കെ ചോദിച്ചിട്ട് വരാൻ സമയമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, സമയമുണ്ട്. പക്ഷേ ഈശോയുടെ കാലഘട്ടം ഈശോ പഠിപ്പിക്കും, ഇനി സമയമില്ല. ഈശോയുടെ കാലം കഴിഞ്ഞ് ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. സ്നേഹമുള്ളവർ, ഈ പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ മറ്റെന്തിനേക്കാളും പ്രാധാന്യമുള്ളതാണ് കർത്താവ്. ഈ പരിപൂർണമായ ആശ്രയത്വം ദൈവത്തിൽ നമ്മൾ വളരണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്വത്തിലൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്വം എന്നിട്ടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചിലര് വിചാരിക്കുന്നറിയാമോ, ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് അവസാനം ദുരിതവും കഷ്ടതകളും മാത്രമേ ഉള്ളല്ലോ എന്ന് വിചാരിക്കും. പ്രൈസല്ലോ. പലരും ഇങ്ങനെ വിശ്വാസത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും ഒക്കെ അകന്നു പോകുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഹല്ലേലൂയ. മടുത്തോ? ഒന്ന് കൈയോർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. ഈശോയെ കൃപ വർഷിക്കണേ, അഭിഷേകം ചെയ്യണേ. ഈശോയെ കൃപ വർഷിക്കണേ, അഭിഷേകം ചെയ്യണമേ. ഈശോയെ കൃപ വർഷിക്കണേ, അഭിഷേകം ചെയ്യണമേ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ യൂത്തായിരുന്ന സമയത്ത്, ജീസസ് യൂത്തിലൊക്കെ ആയിരുന്ന സമയത്ത്, ഞാൻ 18-ാമത്തെ വയസ്സ് തൊട്ട് സുവിശേഷം പറഞ്ഞു തുടങ്ങിയതാണ്. 18 വയസ്സ് തൊട്ട്. അങ്ങനെ ജീസസ് യൂത്തിലൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു ചേച്ചി ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു.
ഇപ്പം ഞങ്ങളൊക്കെ അന്ന് ചെറുപ്പക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്നറിയുമോ? ഈശോ ഈ ചേച്ചി പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേന്നായിരുന്നു. കാരണം എന്നറിയോ, കണ്ട കൊതിയാവുമായിരുന്നു. 2 കൈ ഇങ്ങനെ വിരിച്ചു പിടിക്കും, ഇങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ പിടിക്കും 2 കൈ, എന്നിട്ടൊരു ചലനം പോലും ഇല്ലാതെ ഇങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ മുട്ട നിൽക്കുമായിരുന്നു. ഒരപാര കൃപയായിരുന്നു അത്. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ചേച്ചി പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ കൃപ തരണേന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ അല്പം പ്രായമുള്ള ചേട്ടന്മാർ അന്ന് പറയുമായിരുന്നു, അവളെ കെട്ടിച്ചു വിടുമ്പോൾ ഈ തീഷ്ണതയൊക്കെ കുറഞ്ഞോളും എന്ന് പറയും, കുറഞ്ഞോളും. അത് ചെറുപ്പമായിട്ടാണ്. പക്ഷെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടും വീണ്ടും വരുമായിരുന്നു, ഒരു കുറവുമില്ല, പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ നിൽക്കും. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചേട്ടന്മാർ പറയും, പിള്ളേരൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഈ തീഷ്ണത കുറഞ്ഞോളൂ എന്ന് പറയും. പിള്ളേരുണ്ടായപ്പോൾ പിള്ളേരെയും പെറുകിക്കൊണ്ട് വരുമായിരുന്നു, എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അതുപോലെ ജീവനാണ്. ഈശോ അതേ ഉള്ളു ജീവിതത്തിൽ ആകെ പ്രത്യേകം, ഈശോ. സ്നേഹമുള്ളവരെ, അങ്ങനെ ഈ ചേച്ചിയുടെ കുടലിനകത്ത് ക്യാൻസർ വന്ന് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ ട്യൂബൊക്കെ ഇട്ടു. പിന്നെ കുടലിലെ ക്യാൻസർ വന്നില്ല, അടുത്ത അവയവത്തെ വന്നു. അങ്ങനെ വയറ്റിനകം മുഴുവനും ക്യാൻസറായി ദ്രവിച്ചു തീർന്നുപോയി. എഴുന്നേക്കാൻ പറ്റാതായി കിടക്കുമ്പോഴും ഞങ്ങളെ വിളിക്കും, എടാ മോനെ വാടാ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓടി ചെന്നിട്ട് ഒരു സ്വർഗ്ഗസ്നായതാവേ നന്മ നിറഞ്ഞാൽ പറയുമ്പോൾ ചെല്ലിയിട്ടൊന്നും ഇറങ്ങിപ്പോരാൻ പറ്റത്തില്ല. അവിടെ ചെന്നോ നമ്മളൊരു 2-2.5 മണിക്കൂർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. സമയം ഉണ്ടെങ്കിലേ ചെല്ലാവുള്ളൂ, ഇല്ലെങ്കിൽ നല്ലത് പറയും. അതുകൊണ്ട് സമയം ഉണ്ടാക്കിയേ ഞങ്ങൾ ചെല്ലുള്ളൂ. ഒരു 2-3 മണിക്കൂർ അവിടെ ഇരിക്കാനുള്ള സമയം ഉണ്ടെങ്കിലേ ചെല്ലത്തുള്ളൂ. സ്നേഹമുള്ളവരെ, എഴുന്നേക്കാൻ പറ്റാതായപ്പോഴും ഇങ്ങനെ ഭിത്തിയെ പിടിച്ചു പോയി കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ഞങ്ങൾക്ക് തരും. ഞങ്ങളത് കുടിച്ചിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. അതിന് വയ്യാതെ ഇങ്ങനെ തലയാണെ ചാരിയൊക്കെ ഇരിക്കുകയും കിടക്കുകയും ചെയ്യും. പക്ഷേ അതിന് ചുറ്റും ഇരുന്ന് പ്രാർത്ഥിച്ചോണം. കാരണം പ്രാർത്ഥിക്കാൻ പറ്റും, വാ പോലും പോകും, പക്ഷേ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കണം. സ്നേഹം അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചി അങ്ങനെ ആകെ വയ്യാതായപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു സ്ഥലത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന പാലിയേറ്റീവ് കെയർ സെൻ്റർ. അതായത് ക്യാൻസർ ഏറ്റവും കൂടി കഴിയുമ്പോൾ അവരെ അത് ഡോക്ടർമാരെല്ലാം തള്ളിക്കളയുമ്പോൾ അവരെ കൊണ്ടേ ആക്കുന്ന സ്ഥലമാണ് പാലിയേറ്റീവിൽ. അപ്പം ഞാൻ ഈ ചേച്ചി അവിടെ കൊണ്ടേ ആക്കി. അപ്പം ഞാൻ പാലായിൽ ഒരു പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ചേട്ടൻ ഫോൺ വിളിച്ചിട്ടുണ്ട്, പറയടാ കുറേ ദിവസമായിട്ട് അവൾ പറയുന്നുണ്ട്, നിൻ്റെ കാര്യം പറയുന്നു, ഒന്ന് വാ, കാണാനൊന്ന് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ ധ്യാനം കഴിയും, ഞാൻ വേഗം ഒന്ന് വന്നേക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിടാ മോനെ ഇനി കാണാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ലടാ, അതുകൊണ്ടൊന്ന് വാടാ കാണാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ വളരെ സങ്കടപ്പെട്ടപ്പോൾ ഞാൻ അന്നേരം തന്നെ വേറൊരാളെ വിളിച്ച് ധ്യാനം ഏൽപ്പിച്ചിട്ട് ഞാൻ അന്നേരം വണ്ടി ഓടിച്ച് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ചെന്നു പാലായിൽ നിന്ന് അവിടെ നാട്ടിൽ ചെന്നപ്പോൾ കെട്ടിയവനുണ്ട്, മക്കൾ 2 പേരുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, അമ്മായിപ്പനുണ്ട്, അമ്മ എല്ലാവരും കട്ടിലിന് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്, ആകെ വയ്യാതെ കിടക്കുകയാണ്. അപ്പം ഞാൻ ആ കട്ടിലിൻ്റെ സൈഡിലിരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, എടാ എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കത്തില്ല, നീ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുക. അപ്പം ഞാൻ ആ തലയണയുടെ അടുത്ത് പോയിരുന്നപ്പോൾ പതിയെ ചേച്ചി കൈ കുത്തിയിട്ട് പതിയെ തല പൊക്കിയിട്ട് തലയെടുത്ത് എൻ്റെ മടിയിൽ വെച്ചു. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ചേച്ചിയുടെ ശ്വാസമൊക്കെ പെട്ടെന്ന് നിന്ന് പോകുന്നവർ തോന്നുന്നു, എന്തോ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ദൈവമേ ഈ ചേച്ചി പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുനിഞ്ഞ് ഈ ചേച്ചിയുടെ ചെവിയിൽ പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ കാര്യം പറയണം കേട്ടോ എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, കാരണം എനിക്ക് ഉറപ്പാണ് ഈ സാധനം മരിച്ചാൽ അന്നേരം സ്വർഗത്തില്ല. കാരണം അതുപോലെ ജീവിച്ച ഒരു ചേച്ചിയാണ്. ഞാൻ ചെവിയിൽ പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ കാര്യം പറയണം. ഞങ്ങൾ അതുപോലെ സ്നേഹമായിരുന്നു. സ്നേഹമുള്ളവരെ, ചേച്ചി ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തേക്ക് പതിയെ കണ്ണ് വലിച്ചു തുറന്നിട്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചു, എന്നിട്ട് തലയാട്ടി കാണിച്ചു. അന്നേരം മരിച്ചുപോയി. എൻ്റെ മടിയിൽ കിടന്ന് അന്നേരം മരിച്ചു. സ്നേഹമുള്ളവരെ, ആ നാട്ടിലുള്ളവരും ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവരും പോലും പറഞ്ഞു, എന്തൊരു കഷ്ടമല്ലേ, ആ പെണ്ണ് ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. ഈ പ്രാർത്ഥിച്ച് അതിങ്ങനെ ആയുസിൻ്റെ പകുതി ഇങ്ങനെ രോഗം വന്ന് കിടന്നിട്ട് അവസാനം നല്ല പ്രായത്തിൽ മരിച്ചുപോയി. എന്തോ കഷ്ടകാലമാന്നേ, എന്തോ ദുരിതമാന്നേ, എന്തോ ശാപമാന്നേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിൻ്റെ എന്തോ കഷ്ടകാലം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞു. സ്നേഹമുള്ളവരെ, എന്നിട്ട് പലരും ഇങ്ങനെ പറഞ്ഞു, കണ്ടോ പള്ളിയിൽ പോയിരുന്നിട്ട് അവസാനം സംഭവിച്ചത് കണ്ടോ, അങ്ങനെയും പറഞ്ഞു. എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയായിട്ട് നടന്നിട്ട് അവസാനം കിട്ടുകണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുക. ആൾക്കാരിങ്ങനെ പല വിധത്തിൽ സംസാരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, എന്താ സംഭവിച്ചതെന്നറിയോ? ഈ ചേച്ചി മരിച്ചു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതായത് മൂത്തത് ആൺകുട്ടിയാണ്, അവന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവന് സംസാരിക്കാം, പക്ഷേ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ ചേച്ചി മരിച്ചു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് ഇവൻ ഈ
കുർബാന സ്വീകരിച്ചിട്ട് പള്ളിയുടെ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇവൻ നല്ലതുപോലെ സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ധ്യാനം കൂടിയിട്ടല്ല, രോഗശാന്തി പ്രാർത്ഥന നടത്തിയിട്ടല്ല, ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പള്ളിയുടെ പുറത്തിറങ്ങിയപ്പോൾ ഇവൻ നല്ലതുപോലെ സംസാരിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, അവന് സംസാരിക്കത്തിന് അവൻ +2 കഴിഞ്ഞു സെമിനാരിയിൽ പോയി. ഇപ്പോൾ 6ാം വർഷം സെമിനാരി വിദ്യാർത്ഥിയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേത് പെങ്കൊച്ചാണ്. അവൾക്ക് ഫിക്സിൻ്റെ രോഗമാണ്. ഫിക്സ് ഉണ്ടായി വീഴും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫിക്സ് ഉണ്ടായി വീഴും, വായിൽ കൂടി ഇങ്ങനെ പതയൊക്കെ വരും, ബ്ലഡ് വരും. അവന് ഭയങ്കര ഭീകരമാണ്. അതുകൊണ്ട് ഈ പെങ്കൊച്ചിന് ഒറ്റയ്ക്ക് ഒരിടത്തും വിടത്തില്ല, നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ ഫിക്സ് ഉണ്ടായിട്ട് വീഴും. സ്നേഹമുള്ളവർ, ഈ ചേച്ചി മരിച്ചതിൽ പിന്നെ ഈ രണ്ടാമത്തെ കുഞ്ഞ്, ഈ പെങ്കൊച്ചിന് ഈ ഫിക്സ് രോഗം ഉണ്ടായിട്ടില്ല. അവൾ +2 കഴിഞ്ഞ് മഠത്തിൽ പോയി 4ാം വർഷമാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കിടന്നുറിയാമോ, പലരും പറഞ്ഞു ആ പള്ളി പോയിരുന്നിട്ട് വെറുതെ അതിൻ്റെ ആയുസ് കളഞ്ഞു. എന്ത് പള്ളി പോയിരുന്നിട്ട് എന്നെ കിട്ടി. പക്ഷെ എന്താ ചെയ്തെന്നറിയോ സ്നേഹമുള്ളവരെ, ആ ചേച്ചി തൻ്റെ ജീവിതകാലത്ത് മുഴുവനും ഇങ്ങനെ കർത്താവിൽ ജീവിതം അർപ്പിച്ചതിന് കർത്താവ് കൊടുത്ത സമ്മാനം എന്നറിയാവോ? മരിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിച്ചത് മുഴുവനും മക്കളുടെ ജീവിതത്തിൽ കർത്താവ് കൃപയാക്കി മാറ്റി. ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇപ്പം ഞാൻ പറയുകയാണ്, ഇത് ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പച്ചന് എത്ര വയസ്സുണ്ട് അപ്പച്ച? 70 വയസ്സ്. അപ്പച്ചൻ ഇങ്ങനെ പള്ളിയിൽ പോരുമ്പോൾ ചിലപ്പോൾ മക്കൾ പറയുന്നല്ല, ഞാൻ ചുമ്മാ ഉദാഹരണം പറഞ്ഞാണ്, മക്കളും കൊച്ചുമക്കളും ഒക്കെ പറയും, വീട്ടിൽ ഞാൻ ഇരിക്കുന്നത് എന്തിനാ ഈ പ്രായത്ത്, ഈ വയ്യാതെ എന്തിനാ, രാവിലെ പള്ളി പോയതല്ലേ പിന്നെ എന്തിനാ പോകുന്നേ എന്ന് ചോദിക്കും. പക്ഷേ ഈ അപ്പച്ചൻ മരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്നറിയുമോ? നാട്ടുകാർ പറയും, ആ ചാച്ചനുണ്ടല്ലോ രാവിലെയും വൈകുന്നേരവും ആ പള്ളിയിൽ പോയിരുന്നതിൻ്റെ നന്മയാണ് ആ മക്കളിപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടാകണം. അതാണ് നമുക്ക് ദൈവം തരുന്ന സമ്മാനം. ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതാണ് ദൈവം നമുക്ക് തരുന്ന സമ്മാനം. അതാണ്. ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ആയുസ്സിൻ്റെ പകുതിയിലധികം സുവിശേഷ പ്രഘോഷമായിരുന്നു. 18 വയസ്സ് തൊട്ട് ഇപ്പം 40 വയസ്സായി. സ്നേഹമുള്ളവരെ, ഈ 18 വയസ്സോട്ട് ഈ 22 വർഷക്കാലം ഞാൻ കർത്താവിൻ്റെ കൂടെയായിരുന്നു. ലോകത്തിൽ നോക്കുമ്പോൾ എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒരു ബാങ്ക് ബാലൻസ് 200 രൂപയ്ക്കുള്ളിൽ എൻ്റെ ബാങ്കിൽ അക്കൗണ്ട് വാങ്ങിക്കില്ല. സ്നേഹമുള്ളവരെ, അതെന്നറിയാമോ? പക്ഷേ എൻ്റെ ആത്മവിശ്വാസം എന്താണെന്നറിയോ? ഞാൻ മരിച്ചു കഴിയുമ്പോൾ, സ്നേഹമുള്ളവരെ, ഞാൻ മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞാലും എൻ്റെ മക്കളെ കാണുന്ന നാട്ടുകാരൊക്കെ പറയും, ഈ കുഞ്ഞുങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നന്മ അവൻ്റെ അപ്പൻ ആ ഓടി നടന്നതിൻ്റെ അന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അശ്വതി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രഭാഷകൻ 2:10 വചനം പറയുക, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? സ്നേഹിതരെ, നമ്മളെ അപമാനിക്കാനും തകർക്കാനും പലരും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ആശ്രയത്വം ദൈവത്തിലാണെങ്കിൽ സ്നേഹിതരെ, നമുക്കത് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ തലമുറകളെ ദൈവം ഉയർത്തും. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ, ശ്രമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും പ്രഭാഷകന്റെ പുസ്തകം 41-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്, കുളം കുഴിച്ച് കടന്നു പോകുന്നവരെ കുറിച്ച് പറയാം. കുളം കുഴിച്ച് കടന്നു എന്നറിയോ? ഈ കുളം കുഴിച്ച് കടന്നു പോകുന്നെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഇപ്പൊ ഞാനൊരു അപ്പനാണ്. ഇപ്പൊ ഞാൻ ഒരു കുളം കുഴിച്ചാൽ ഞാൻ മരിക്കുമ്പോൾ ആ കുളം മൂടത്തില്ല. എൻ്റെ മക്കൾ ആ കുളത്തിൽ നിന്ന് എൻ്റെ മക്കള് മരിച്ചു കഴിയുമ്പോൾ അവരുടെ മക്കൾ ആ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കും. സ്നേഹിതരെ, നമ്മൾ കുളം കുഴിച്ച് കടന്നു പോകുന്നവരാണ്. വിശുദ്ധർ അതാണ് ചെയ്തത്. മദർ തെരേസ തന്റെ സന്യാസ സമൂഹം, മദർ തെരേസ മരിച്ചപ്പോൾ ആ സന്യാസ സമൂഹം അവിടുന്ന് അവസാനിച്ചില്ല. കുളം കുഴിച്ച് കടന്നു പോരുക, പുറകെ വരുന്നവർ ആ കുളത്തിൽ നിന്ന് കുടിക്കുക. ഫ്രാൻസിസ്, വിശുദ്ധ ക്ലാര പുണ്യവതി അല്ലേ, എവുപ്രാസ്യമ്മ സ്ഥാപിച്ച മരങ്ങള് അവർ മരിച്ചപ്പോൾ അത് അവസാനം കുളം കുഴിച്ച് കടന്നു പോയവനാണ്. ശാന്താളമ്മ മരിച്ചപ്പോ ആ സന്യാസ സമൂഹം അവിടെ അവസാനിച്ചില്ല, അത് കുളം കുഴിച്ച് പോയവനാണ്. സ്നേഹിതരെ, നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവഹിതം അനുസരിച്ച് ജീവിച്ചാൽ, സ്നേഹിതരെ, നമുക്ക് ആ കുളത്തിൽ നിന്ന് കുടിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കുഴിച്ച കുളത്തിൽ നിന്ന് നമ്മുടെ പുറകെ വരുന്നവർ കുടിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ പ്രത്യാശ. പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. കൂട്ടായ്മ പോയിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു പോകരുത്. ഞാൻ കൂട്ടായ്മക്കാരോട് പറഞ്ഞതാ, മുടങ്ങാതെ കൂട്ടായ്മയ്ക്ക് പൊക്കോണ്ടിരുന്നതാ, എന്നിട്ടും എൻ്റെ കൊച്ചിന് പരീക്ഷ പോകരുത്. നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ തലമുറകളെ കർത്താവ് ഉയർത്തും എന്നുള്ളത് സത്യമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ന്റെ 10 വചനം പറയാണ്, എന്താണ്?
വചനം പറയുകയാണ്, നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്? എന്നിട്ട് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിന്റെ തന്റെ ദൈവത്തിൽ ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, വചനം പറയാണ്, നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ എന്റെ കണ്ണത്ര പിടിക്കുമല്ലോ, അതുകൊണ്ടാണ് അവിടുത്തെ വഴികളിൽ അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്. പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും, നിങ്ങൾ ശ്രദ്ധിച്ചോണം, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും. ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹിതരെ, ചില സമയത്ത് ചുറ്റും കൂറ്റാക്കുരുട്ടായിരിക്കും. ചിലപ്പോൾ ആരും കാണത്തില്ല, ചിലപ്പോൾ എല്ലാം അവസാനിച്ചതുപോലെ തോന്നും, ചിലപ്പോൾ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടതുപോലെ. ഒത്തിരി സ്നേഹിച്ചവരും ആശ്രയിച്ചവരും ഇട്ടിട്ട് പോകുമ്പോ ചങ്കിക്കുതി ഇരുട്ട്, കണ്ണടച്ച മൊത്തം ഇരുട്ടാണ്, മൊത്തം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വചനം പറയാണ്, അന്ധകാരത്തിൽ നടത്തിട്ടും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തന്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ. സ്നേഹിതരെ, സന്തോഷം വരും മാത്രമല്ല, സങ്കടം വരും മാത്രമല്ല, പ്രകാശമുള്ളപ്പോൾ മാത്രമല്ല, പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും കൊച്ചിനൊരു രോഗം, അപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. ധ്യാനം കൂടിയിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും വലിയൊരു സാമ്പത്തിക തകർച്ച, അപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. സ്നേഹിത, വചനം പറയാണ്, അവനിലാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്. അന്ധകാരത്തിൽ നടന്നിട്ടും തന്റെ ദൈവത്തിന് ആശ്രയം വെക്കുന്നവൻ. ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹിതരെ, വിശുദ്ധരെല്ലാം ഇവരുടെ ആശ്രയം ഇതാ. അവർ മരണത്തേക്കാൾ അധികമായിട്ട് വിശുദ്ധര് ദൈവത്തെ സ്നേഹിക്കുന്ന ഈ പരിപൂർണമായ സമർപ്പണം അവർ നടത്തിയത് കൊണ്ടാണ്. പൊട്ടാമിയൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്. 22-ാമത്തെ വയസ്സിൽ തിളച്ച ടാറിനകത്ത് മുക്കിക്കൊന്ന വിശുദ്ധയാണ് പൊട്ടാമിയൻ എന്ന് പറയുന്ന വിശുദ്ധ. കാല് മുക്കിയിട്ട് ചോദിച്ചു, കർത്താവിനെ തള്ളി പറയൂ? അവള് പറഞ്ഞില്ല. കുറച്ചുകൂടി ഇറക്കി, തിളച്ച ടാറിനകത്ത്, ഇല്ല. വീണ്ടും ഇറക്കി, ഇല്ല. അവസാനം മുക്കിക്കൊന്നു. സ്നേഹിതരുടെ കാര്യം അറിയാമോ? ഈ ചങ്കിൽ നിന്ന് പ്രാണം വിട്ടുപോകുമ്പോൾ 22 വയസ്സുകാരി പെങ്കൊച്ച് തന്റെ ആശ്രയത്വം ദൈവത്തിൽ അർപ്പിക്കുകയാണ്. അവർ പ്രകാശത്തിലല്ല അന്ധകാരത്തിലായിരുന്നിട്ടും ദൈവത്തിൽ അവർ പ്രത്യാശ അർപ്പിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധര് നമുക്ക് പഠിപ്പിച്ചു തരുന്ന അതാണ്. വിശുദ്ധ ആഗ്നസ് എന്ന് പറയുന്ന പെങ്കൊച്ച് 14-ാമത്തെ വയസ്സിൽ കൈ രണ്ടും ഇങ്ങനെ പുറകോട്ട് കെട്ടിവെച്ചിട്ട് ഇങ്ങനെ കഴുത്തിങ്ങനെ കണ്ടിച്ച് കഴുത്ത് മുറിച്ച് മാറ്റിവെച്ച് കൊല്ലപ്പെട്ട വിശുദ്ധയാണ് വിശുദ്ധ ആഗ്നസ് എന്ന് പറയുന്ന പെങ്കൊച്ച്. അവൾ അന്ധകാരത്തിലായിരുന്നിട്ടും സാധ്യതകളൊന്നുമില്ലായിരുന്നിട്ടും അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വ ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമുക്കറിയില്ലേ, അതായത് ലോറൻസ് എന്ന് പറയുന്ന വിശുദ്ധനെ വറച്ചട്ടിയിലിട്ട് വറുത്ത് മാറ്റി വയ്ക്കുമ്പോഴും ദൈവത്തിലായിരുന്നു ആശ്രയം. അപ്പസ്തോലന്മാരെ നോക്കിക്കേ, അന്ത്രയോസ് എക്സാകൃതി കുരിശ് തറയ്ക്കപ്പെടുമ്പോഴും ബർത്തലോമി എന്ന് പറയുന്ന അപ്പസ്തോലന് ജീവനോടെ ശരീരം മുഴുവനും തൊലി പൊളിച്ചെടുത്തിട്ട് തലകീഴായിട്ട് കെട്ടിത്തൂർത്തിയിട്ട് രക്തം വാർന്ന് തീരാറായപ്പോൾ കഴുത്ത് വെട്ടി കൊല്ലപ്പെട്ട അപ്പസ്തോലനെ അതായത് ബർത്തലോമി എന്ന് പറയുന്ന അപ്പസ്തോലൻ സ്നേഹം അറിയാമോ? തങ്ങളുടെ ജീവനേക്കാൾ അധികമായി, അതായത് അതാണ് വചനം പറയുന്നത്, അവർ പ്രകാശത്തിലല്ല അന്ധകാരത്തിലായിരുന്നിട്ടും സാധ്യതകളൊന്നുമില്ലായിരുന്നിട്ടും അവർ തങ്ങളുടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്ത് നന്നിട്ടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്ത് ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ വിശുദ്ധരും സഭയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അതാ സ്നേഹമുള്ളവരെ. വിശുദ്ധരും സഭയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. നമ്മുടെ ആശ്രയത്വം ദൈവത്തിലാകണം, നമ്മുടെ പ്രത്യാശ ദൈവത്തിലാകണം. വേദനകളും സഹനങ്ങളും സങ്കടങ്ങളും ഇതൊക്കെ ആർക്കാ വരുവരാത്തെ? അത് പ്രാർത്ഥിക്കുന്നവർക്ക് കൂടുതലുണ്ടാകും. ചതി പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണെന്ന് ഞാൻ പറയണമെങ്കിൽ ദൈവം അനുഭവിച്ച വേദനകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറയാം. ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണെന്ന് ഞാൻ പറയണമെങ്കിൽ ദൈവം അനുഭവിച്ച വേദനകളൊക്കെ എൻ്റെ ജീവിതത്തിൽ, അപ്പോഴാണ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണെന്ന് പറയാൻ എനിക്ക് അവകാശമുള്ളതെന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുക. സ്നേഹിതരെ, കാരണം അറിയാമോ? അത് ഞാൻ നിങ്ങൾ പറയാം, നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആശ്രയത്തെയും നമ്മൾ മുറുകെ പിടിക്കണം. പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് പോകരുത്. പ്രൈസല്ലോ. ലാഭത്തിന്റെ ആത്മീയത നോക്കില്ല, ലാഭത്തിന്റെ ആത്മീയത. ശ്രുതി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോ ഈ തലവേദന വരുമ്പോ ഇങ്ങനെ പറയും, സാരമില്ല, തലവേദന ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞേ, തലവേദന ഉള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അപ്പം നിങ്ങളുടെ തലവേദന മാറും. നിങ്ങൾ ശ്രദ്ധിച്ചു, ആ ആത്മീയതയ്ക്കകത്തൊരു ലാഭത്തിന്റെ കണ്ണുണ്ട് അല്ലേ? അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്കിത് കിട്ടും. സ്നേഹിതരെ, ഈ ആത്മീയത എന്ന് പറയുന്നത് അത് കച്ചവടമല്ല. ഞാൻ അത് ചെയ്താൽ എനിക്കിത് കിട്ടും, ഞാൻ അത് പ്രാർത്ഥിച്ചാൽ ഇവിടെ കിട്ടും, അതല്ല സ്നേഹിതരെ ആത്മീയത. ആത്മീയത എന്താണെന്നറിയുമോ? പ്രതീക്ഷിക്കാതെ
കർത്താവിൽ ജീവിതത്തെ അർപ്പിക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ ജീവിതത്തെ അർപ്പിക്കുക. അത് യോഹന്നാന്റെ സുവിശേഷം 4:23 വചനം പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലും. ശരിക്കും ആ ആരാധന പറയുന്നത് ഇങ്ങനെ വിശുദ്ധർ പഠിപ്പിക്കുന്നത്, ആത്മാവിലുള്ള ആരാധന എന്ന് പറയുക അത് പ്രതിഫലം ആഗ്രഹിക്കാതെ ദൈവത്തിൽ അർപ്പിക്കുന്ന ആരാധനയാണോ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ഞങ്ങളുടെ ഹൈ റേഞ്ചിലാണെങ്കിൽ ഏലക്ക ഞങ്ങൾ എടുത്തിട്ട് കടയിൽ കൊണ്ടുപോയിട്ട് ചെറിയ സാമ്പിളും കൊണ്ട് പോകും. സാമ്പിളും കൊണ്ട് പോയിട്ട് ഈ സാമ്പിൾ കാണിച്ചിട്ട് നമ്മൾ ഒരു 3-4 കടയിൽ കയറിയിട്ട് നമ്മളിതിന് വില പേശും. കാരണം നമ്മൾ അധ്വാനിച്ച സാധനത്തിന് നമുക്ക് നല്ല വില കിട്ടണം. സ്നേഹമുള്ളവരെ, അത് മാർക്കറ്റ് സംസ്കാരമാണ്. അത് മാർക്കറ്റ്, നമ്മളവിടെ വില പേശണം, നമുക്കത് ജീവിക്കണം. അത് ആത്മീയതയിൽ കൊണ്ടുവരരുത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ചിലരിങ്ങനെ പ്രാർത്ഥിക്കും, പറയുന്നത് അറിയോ, ജോബ് പ്രാർത്ഥിച്ചപ്പോൾ ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിൻ്റെ ജീവിതത്തിൽ ദൈവം ഇരട്ടി അനുഗ്രഹം കൊടുത്തു എന്ന്. സ്നേഹമുള്ളവരെ, നമ്മൾ അത് കണ്ടോണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒന്നും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമിച്ച് എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. 37 സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്. 37 സങ്കീർത്തനത്തിൽ ഒരു വചനം, ദാവീദ് രാജാവ് പറയുന്ന ഒരു വാക്കാണ്. 37 സങ്കീർത്തനം അതിൻ്റെ 25 തിരുവചനമാണ്. 37:25. ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷ യാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദാവീദ് രാജാവ് പറയായിരുന്നേ, ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷ യാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. സാമൂൽ പ്രവാചകൻ തന്റെ കുടലിലെ അഭിഷേകം ചെയ്ത തൈലം കൊണ്ട് ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോ, സ്നേഹിതരെ, ദാവീദിന് വലിയ ചെറിയ ബാലനായിരുന്നു അല്ലെ, കൊച്ചു ബാലനായിരുന്നു. അന്ന് മുതൽ ഈ ദാവീദ് കർത്താവിന്റെ കൂടെ നടക്കുന്നതാണ്. എന്നിട്ട് ദാവീദ് രാജാവ് പറയായിരുന്നു, ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ കർത്താവിന്റെ കൂടെ നടക്കുന്നതാണ്. ഇപ്പൊ പ്രായമായി, വാർദ്ധക്യത്തിലെത്തി. എന്നിട്ട് ദാവീദ് രാജാവ് ആത്മവിശ്വാസത്തോടെ പറയുകയാണ്, ചെറുപ്പം മുതൽ എൻ്റെ കർത്താവിന്റെ കൂടെ ഞാൻ നടന്നിട്ട് ഈ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ എനിക്ക് പറയാൻ പറ്റും, നീതിമാൻ ഒരിക്കലും പരിത്യജിക്കപ്പെട്ടിട്ടില്ല, അവരുടെ മക്കൾ ഭിക്ഷ യാചിച്ചിട്ടില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹിതരെ, ദൈവത്തിന്റെ കൂടെ നടന്നവൻ അത് വിശ്വസ്തയോടെയാണെങ്കിൽ, അത് വിശുദ്ധിയോടെയാണെങ്കിൽ, സ്നേഹിതരെ, അവൻ ഒരിക്കലും തകരാൻ ദൈവം അനുവദിക്കില്ല. അവന്റെ തലമുറകൾ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമിത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഏത് വിശുദ്ധരുടെ ജീവിതം എടുത്ത് നോക്കിയോ സ്നേഹിതരെ, ഏത് വിശുദ്ധന്റെ ജീവിതം എടുത്താലും ആ വിശുദ്ധന്റെ പിന്നിൽ ഒന്നെങ്കിൽ ഇങ്ങനെ കൈവിരിച്ചു പിടിക്കാൻ ഒരു അപ്പനുണ്ടാകും, അല്ലെങ്കിൽ ഒരു അമ്മയുണ്ടാകും. നിങ്ങൾ എല്ലാ വിശുദ്ധരും ചെയ്തു, ഒരു 90% വിശുദ്ധരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചോ സ്നേഹിതരെ, ഈ കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ നീതിയോടെ ജീവിക്കാൻ ഒരപ്പനോ ഒരമ്മയോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരി പറഞ്ഞേ ഹല്ലേലൂയ. അസ്സിസി പിതാവ്, അപ്പൻ ആഗ്രഹിച്ച മകൻ തന്നെ പോലെ തന്നെ ഒരു ബിസിനസ്സുകാരനാകണമെന്ന് ആഗ്രഹിച്ചു. ആരും അറിയാതെ ഈശോയുടെ സ്വന്തമാകണമെന്ന് തന്റെ മകനാകണമെന്ന് ആഗ്രഹിച്ച ഒരു അമ്മയുണ്ടായിരുന്നു അസ്സിസിക്ക് പിന്നിൽ. സ്നേഹിതരെ, സെന്റ് അഗസ്റ്റിന് പിന്നിൽ ഒരു അമ്മയുണ്ടായിരുന്നു. കൊച്ചു തെരേസയുടെ പിന്നിൽ ഒരു അപ്പനും ഒരു അമ്മയുണ്ടായിരുന്നു. മദർ തെരേസയുടെ പിന്നിൽ ഒരു അമ്മയുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ല? മദർ തെരേസയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഈ മദർ തെരേസയുടെ അമ്മ, ഈ കുഞ്ഞ് ആഗ്നസ് എന്നാണ് ചെറുപ്പത്തിലെ പേര്. അവളിങ്ങനെ സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഇവൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇവളുടെ അമ്മ അയൽവക്കത്തെ വീട്ടിലേക്ക് ഓടിപ്പോകും. അപ്പൊ ഈ കൊച്ചിന് സംശയമാണ്, എന്താ ഈ അയൽവക്കത്തെ തൻ്റെ അമ്മയൊന്നും ഈ ചെയ്യുന്നേ. അവൾക്കൊരു സംശയം. ഒരു അമ്മ പോയപ്പോൾ അമ്മയുടെ പുറകെ പതുങ്ങി ഇവള് പോവാണ്. അമ്മ എന്നാ ഈ അയൽവക്കത്തെ വീട്ടിൽ സന്ധ്യ നേരത്തെ എന്നും ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് ഈ ജനലിനകത്തോട് അകത്തോട്ട് നോക്കിയപ്പോൾ അവളൊരു കാഴ്ച ഉണ്ട്. എന്തെന്നറിയോ? തൻ്റെ അമ്മ അയൽവക്കത്ത് കിടക്കുന്ന പ്രായമായൊരു സ്ത്രീയെ എടുത്തോണ്ട് പോകുന്നതും കുളിപ്പിക്കുന്നതും അതിൻ്റെ മുറിവ് വെച്ച് കിട്ടുന്നതും ചോറ് വാരി കൊടുക്കുന്നതും ഒക്കെ ഈ പെങ്കൊച്ച് ജനലിനകത്തൂടെ കണ്ടു. സ്നേഹമുള്ളവരെ, അവൾക്ക് മനസ്സിലായി തൻ്റെ അമ്മ എന്നും ഈ സന്ധ്യാ നേരത്തെ ഈ അയൽവക്കത്തെ വീട്ടിൽ പോകുന്നത് ഈ പ്രായമായ സ്ത്രീയെ ശുശ്രൂഷിക്കാനാണ്. പിന്നീട് ആ അമ്മ മരിച്ചുപോയി. പക്ഷേ ആ അമ്മ കാണിച്ചു കൊടുത്തത് ജനലിനകത്തൂടെ കണ്ട പെങ്കൊച്ച് അവൾ കൽക്കട്ടയുടെ തെരുവിൽ അനേകം പാവങ്ങൾക്കും കുഷ്ഠരോഗികൾക്കും അമ്മയായി മാറിയത് തൻ്റെ അമ്മ കാണിച്ചു കൊടുത്ത കർത്താവിൻ്റെ നീതിയാണ്. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. ഏത് വിശുദ്ധരുടെ ജീവിതം അങ്ങനെ. ജോൺ പോൾ പാപ്പ മരിയ ഭക്തനായത് അപ്പന്റെ പ്രാർത്ഥന കണ്ടിട്ടാന്ന് പറയാം അല്ലേ? അപ്പനെ അതാ പറയാ, സങ്കീർത്തനം പറയുന്നത്, നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷ യാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാൻ പറയാം, നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ അതിനപ്പുറം
നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ആത്മീയ ജീവിതം നയിക്കുമ്പോഴും ദൈവഹിതം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴും സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൽ എന്ത് കിട്ടുമെന്ന് അറിക്കുന്നതിനപ്പുറം സ്വർഗത്തിൽ കർത്താവ് നമുക്ക് തരുന്ന ഒരുക്കി വെച്ചിരിക്കുന്ന കൃപകളെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണണം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള തിരുവചനമുണ്ട്. ശിഷ്യന്മാരെ കർത്താവ് ശുശ്രൂഷയ്ക്ക് അയച്ചിട്ട് ഈ ശിഷ്യന്മാർ തിരിച്ചു വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കാ സുവിശേഷം 10:17 തൊട്ട് ഒന്ന് വായിച്ചേ. ലൂക്കായുടെ സുവിശേഷം 10:17. 72 പേര് സന്തോഷത്തോടെ വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. പാമ്പുകളുടെ തേള് ശത്രു സകല ശക്തികളെ കാതികളൊക്കെ ചവിട്ടി നടക്കാൻ അധികാരം തന്നിരിക്കുന്നു. എന്നിട്ട് മറിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ശിഷ്യന്മാര് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കർത്താവിനോട് വിശേഷം പറയാണ്. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകള് പുറത്താകുന്നത് ഞങ്ങൾ കണ്ടു നിന്റെ നാമത്തിൽ. ഞങ്ങളുടെ കർത്താവ് പറയാണ്, സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ശിഷ്യന്മാരുടെ ഈ സംസാരത്തിന് മറുപടിയായിട്ട് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാര് പറഞ്ഞത് ഈശോ അവിടെ ഇരുന്ന് ദർശനം കണ്ടെന്നാണോ? ആണോ? ശിഷ്യന്മാര് പറയും, കർത്താവ് നിന്റെ നാമത്തെ പിശാചുകൾ ബഹിഷ്കരിക്കാൻ ഞാൻ കണ്ടു, പുറത്താകുന്ന ഞങ്ങൾ കണ്ടു. അപ്പൊ കർത്താവ് പറയാ, സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ കർത്താവ് അത് കണ്ടെന്നല്ലോ അല്ലേ? അല്ലെന്ന് പറഞ്ഞാൽ എന്നാന്ന് പറഞ്ഞോളാം കേട്ടോ, പറഞ്ഞേ ആണോ? സ്നേഹം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ബൈബിൾ നന്നിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്നറിയോ, ഈ ശിഷ്യന്മാരുടെ സംസാരത്തിൽ ഈശോയ്ക്ക് ഒരു അപകടം വന്നതു. പതിവില്ലാത്ത ഒരു ആത്മവിശ്വാസം, പതിവില്ലാത്ത ഒരു അഹങ്കാരം അല്ലേ? ശ്രദ്ധിച്ചോണം. പതിവില്ലാത്ത എന്തോ ഒരു സംസാരത്തിനൊരു പ്രത്യേകത, ഒരു ആത്മവിശ്വാസം കൂടുതൽ, ചെറിയൊരു അഹങ്കാരം ഉണ്ടോ എന്നൊരു സംശയം. കർത്താവേ, ഞങ്ങൾ പോയപ്പോ പറഞ്ഞേ കീഴടങ്ങി. അപ്പൊ കർത്താവ് പറയാണ്, കർത്താവ് ഈ സ്വരം കേട്ടതേ ശിഷ്യന്മാരുടെ മനോഭാവം മനസ്സിലായിട്ട് കർത്താവ് പറയാം, മക്കളെ, ഇങ്ങനെ സ്വർഗത്തിന്റെ ശുശ്രൂഷ കിട്ടിയ ഒരാള് സ്വർഗത്തിലുണ്ടായിരുന്നു. ആരാണ്? ലൂസിഫർ. അവൻ ഈ ദൈവാശ്രയം വിട്ടിട്ട് അവൻ അഹങ്കാരം തലയ്ക്ക് പിടിച്ചപ്പോൾ അവൻ ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഈശോ ഇത് പറയുമ്പോൾ ഈശോയുടെ മനസ്സിൽ ഇതാണ്, മക്കളെ, സ്വർഗത്തിൽ ഇങ്ങനെ ഒരു ദൂതനുണ്ട്, ശുശ്രൂഷയുടെ അഭിഷേകം കിട്ടിയവൻ, അവൻ ഇങ്ങനെ ഇടിമിന്നൽ പോലെ പതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈശോ പറഞ്ഞ് അവസാനിക്കുന്നറിയാമോ? നിങ്ങൾ ഇതിൽ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങൾ സന്തോഷിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? സാത്താൻ പോവുകയോ പോകാതിരിക്കുവോ, രോഗസൗഖ്യ, ഇതൊന്നുമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിന്റെ പേര് സ്വർഗത്തിലുണ്ടോ? നിന്റെ പേര് കർത്താവിന് മുന്നറിയിപ്പ് കൊടുക്കുക, മക്കളെ, ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കർത്താവ് പറയാണ്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ. സ്നേഹമുള്ളവരെ, ഞാൻ ഈ 22 വർഷം ധ്യാനം നടത്തിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില തളർന്നൊക്കെ എഴുന്നേറ്റ് ഓടുന്നതും മാരകമായ രോഗങ്ങൾ, ഇഷ്ടംപോലെ രോഗശാന്തികൾ, അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, അസാധ്യതകൾ സാധ്യത. പക്ഷേ കർത്താവ് ഇതൊന്നും കണ്ട് നീ ആശങ്കപ്പെടേണ്ട, കണ്ണ് തള്ളണ്ട. നീ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? സ്വർഗത്തിൽ. പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുമ്പോഴും നമ്മളിലൂടെ കർത്താവ് പലതും ചെയ്യും. നമ്മുടെ കൂട്ടായ്മയിൽ, നിങ്ങളിരുന്ന് കൂട്ടായ്മയിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് വലിയ കൃപകൾ, വലിയ അഭിഷേകം ചെയ്യും. പക്ഷെ നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, സ്വർഗത്തിൽ പേരുണ്ടോ? ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പലതും ചെയ്യും. നമ്മൾ ധ്യാനിപ്പിക്കും, കൺവെൻഷൻ നടത്തി, ഇതെല്ലാം ചെയ്യും. എനിക്ക് പേടിയാ ചിലപ്പോൾ ധ്യാനത്തിനും കൺവെൻഷനും ഒക്കെ ചെയ്യും. എന്തെന്നറിയോ, നമ്മളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവസാനം സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ കർത്താവിൻ്റെ ഒരു വാക്കുണ്ട്, നീ ഏതറാവേ അല്ലേ? നീ സ്നേഹമുള്ളവരെ, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടണമെങ്കിൽ സ്നേഹമുള്ള നമ്മുടെ ആശ്രയത്വം പരിപൂർണമായി ദൈവത്തിലായിരിക്കണം. ചെത്തി പറഞ്ഞ ഹല്ലേലൂയ.
പലതും നമ്മുടെ ചുറ്റുമുണ്ട്, ലോകത്തിൻ്റെ പലതും നമ്മുടെ ചുറ്റുമുണ്ട്, പലതുമുണ്ട്. അതിലൊന്നുമല്ല സ്നേഹം, അതിലൊന്നുമല്ല. ഞാൻ നിങ്ങൾ വീണ്ടും പറയുകയാണ്, സങ്കീർത്തനം പറയുന്നത് പോലെ രാജാവാണെങ്കിലും അവനിൽ പ്രത്യാശ വയ്ക്കരുത്, അവൻ മനുഷ്യനാണ്. ആ മനുഷ്യനാണ്. എത്ര കൃപയുള്ളവനാണെങ്കിലും, ഞാൻ പറയുന്നു, നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. എത്ര അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിലും സ്നേഹമുള്ളവരെ, അവൻ മനുഷ്യനാണ്, അവൻ മനുഷ്യനാണ്. ആശ്രയിക്കരുത്. ഹല്ലേലൂയ. ശ്രുതി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഞായറാഴ്ച കൂട്ടായ്മയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിച്ച് ഈ ഒരു കൃപ മേടിക്കുക എന്നറിയാമോ? പരിപൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു കൃപ, പരിപൂർണമായിട്ട്. ശ്രുതി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ആ ആശ്രയത്വത്തിലേക്ക് ദൈവം വളർത്തുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില വേദനകളിലൂടെയൊക്കെ ആയിരിക്കും. അപ്പം നമുക്കൊരു മനസ്സിലൊരു ചോദ്യച്ചിഹ്നമാണ്, പ്രാർത്ഥിച്ചിട്ടും ഇതെന്താ ഇങ്ങനെ എന്ന് നമുക്ക് മനസ്സിൽ തോന്നും. ധ്യാനം കൂടിയിട്ടും എന്താ ഇങ്ങനെ എന്ന് മനസ്സിൽ തോന്നും. സ്നേഹമുള്ളവരെ, ഇതൊന്നും നമ്മളെ കാതാതെ തകർത്ത് കളയാനല്ല, മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും. അത് ഇട്ടിട്ട് പോകാനല്ല, ദൈവത്തിലുള്ള ആശ്രയത്വം വളരണം. സ്ലീഹായുടെ വാക്കതാണ്, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി, ഞങ്ങളെ കൊല്ലാൻ വിധിച്ച പോലെ ഞങ്ങൾക്ക് തോന്നി. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി, ഇത് ഞങ്ങളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കാനാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. എഴുന്നേറ്റേക്ക്, 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 പ്രാർത്ഥിക്കും. എഴുന്നേറ്റേക്ക്. ഈശോ, 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 ഈശോ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, പുതിയൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ, പുതിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, പുതിയൊരു ദൈവീക കൃപാവരം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അല്പം കൂടി ഞങ്ങളെ കർത്താവിൻ്റെ കൃപാവരത്തിൽ വളർത്തണമേ. അല്പം കൂടി ഞങ്ങളെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാക്കി മാറ്റണേ. അല്പം കൂടി ആത്മീയതയ്ക്ക് തീക്ഷ്ണതയുള്ളവരാക്കി മാറ്റണേ. അല്പം കൂടി ഞങ്ങളെ വിശ്വസ്തതയുള്ളവരാക്കി മാറ്റണേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജീവിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതിന് ഉത്തരവുണ്ട്, ഞങ്ങൾ ഈ ആരാധിക്കുന്നതിന് മറുപടിയുണ്ട്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ അഭിഷേകം ചെയ്യും. കർത്താവ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് ഉത്തരം തരും. ഞങ്ങളുടെ ഈ സമർപ്പണവും ഞങ്ങളുടെ ഈ സഹനങ്ങളും എല്ലാം ദൈവം അനേകർക്ക് കൃപയാക്കി മാറ്റും. സഭയിൽ അത് പുണ്യമായി മാറും. കർത്താവ് വിശുദ്ധരുടെ സഹനങ്ങൾ സഭയുടെ പുണ്യങ്ങളായി ഇപ്പോൾ സഭയുടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ജീവിതങ്ങളും കർത്താവ് ഞങ്ങളുടെ തലമുറകളിൽ കൃപയായി മാറും. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. കരങ്ങൾ ഉയർത്തി വിളിച്ചേശുവേ. അഭിഷേകം, അഭിഷേകം, anointing power, releasing power, healing power. ശബാന ഹലബബ. അഭിഷേകം നൽകണം, കൃപ നൽകണം, ശക്തി അയക്കണം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. കൈകളടിച്ച് പ്രാർത്ഥിക്കാം, ആരാധിച്ച് ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. പോരെ പോരെ, ശക്തിയോടെ കൈയടിച്ച്. പോരെ പോരെ, നല്ലതുപോലെ കൈയടിച്ച്. അഭിഷേകം, കൃപ, ദൈവശക്തി, ദൈവ സാന്നിധ്യം. അടിക്കണേ കർത്താവ്, ബന്ധനങ്ങൾ അടിക്കണേ കർത്താവ്, തിന്മകളെ ശാസിക്കണേ കർത്താവ്, പീഡകളെ ശാസിക്കണേ കർത്താവ്. വിശ്വാസരാഹിത്യത്തിന് നിർവീര്യമാക്കണം. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം.
വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ. കൈകൾ ഉയർത്തിയടിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. കരമുയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേ, ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചേ, ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചേ, കൃപ സ്വീകരിച്ച് പ്രാർത്ഥിച്ചേ. Anointing, new anointing power, പുതിയൊരു അഭിഷേകം, പുതിയ കൃപ, പുതിയ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങൾക്ക് നൽകണേ അപ്പാ. ആരാധന, ആരാധന. കൈകളടിച്ച് പ്രാർത്ഥന. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകളൊന്ന് തുറന്നു പിടിച്ച് കണ്ണു തുറന്ന് ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ തുറന്നു പിടിച്ച് കണ്ണു തുറന്ന് നമ്മുടെ കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം. സായാഹ്നമായപ്പോൾ എലിയാ പ്രവാചകൻ അടുത്തു വന്നു. സ്നേഹമുള്ളവരെ, കേടുവന്നിരിക്കുന്ന ബലിപീഠം പണിത് ബലിപീഠത്തിന് ചുറ്റും ചാല് കയറി ചാലിന്മേൽ വെള്ളം നിറച്ച് ബലിപീഠത്തിൽ ബലിവസ്തു വെച്ച് കണ്ണുകളും കരങ്ങളും ഉയർത്തി ഏലിയ പ്രാർത്ഥിച്ചു. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങൻ്റെ ദൈവമാണെന്നും ജനം അറിയേണ്ടതിന് ഈ ദാസന്റെ ബലി അങ്ങ് സ്വീകരിക്കണേ. ഏലിയ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഏലിയായുടെ ബലിപീഠത്തെയും ബലിവസ്തുക്കളെയും ദഹിപ്പിച്ചു കളഞ്ഞു. കരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സായാഹ്നത്തോടടുക്കുന്ന ഈ സമയം ഏലിയായെ പോലെ ഞങ്ങളും കർത്താവെ ബലിപീഠത്തോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുകയാണ്. കേടുവന്നിരിക്കുന്ന ബലിപീഠം പോക്കാൻ
കർത്താവെ, വിശ്വാസ ജീവിതത്തിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ തളർന്നു പോയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ബുദ്ധിയിൽ ആശ്രമിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ കഴിവുകളിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആധിപത്യം ഞങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കേടുവന്ന ബലിപീഠം പോക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരു ബലിവസ്തുവായി ബലിപീഠത്തിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. ഈ ബലിപീഠത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണേ. സ്നേഹമുള്ളവരെ, കർത്താവ് തീ ഇറക്കുന്ന സമയമാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റാത്തത് എന്താണോ എൻ്റെ ജീവിതത്തിൽ, അതിലേക്ക് കർത്താവ് ഏലിയായുടെ ബലിപീഠത്തിൽ ഇറക്കിയ തീ ഇറക്കുന്ന സമയം. കരങ്ങളൊപ്പം കൂടി ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് സ്നേഹമുള്ളവരെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലാണോ കർത്താവിൻ്റെ തീ ഇറങ്ങേണ്ടത്? പ്രാർത്ഥിക്കുക. കർത്താവെ, എവിടെയാണ് ഞാൻ അങ്ങയോട് അവിശ്വസ്തത കാണിക്കുന്നത്, അവിടേക്ക് അങ്ങയുടെ തീ ഇറക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ചില സമയത്ത് ആത്മീയതയിൽ തളർന്നു പോകുന്ന ഞങ്ങളുടെ സ്വഭാവത്തിലേക്ക് അങ്ങയുടെ തീ ഇറക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ലോകത്തിൽ പ്രത്യാശ വെച്ച് സ്വർഗത്തിലുള്ള ഞങ്ങളുടെ ആശ്രയം നഷ്ടപ്പെട്ട് കളയുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ തീ ഇറക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, മക്കളെക്കുറിച്ചുള്ള ചില ആകുലതകൾ, കുടുംബത്തെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് ദൈവത്തെ മറന്നു കളയുന്ന ഞങ്ങളുടെ സ്വഭാവത്തിലേക്ക് അങ്ങയുടെ തീ ഇറക്കുക. പ്രാർത്ഥിച്ച സ്നേഹമുള്ളവരെ, കർത്താവേ, ഏലിയായുടെ ബലിപീഠത്തിലെ ബഹിവസ്തുവിനെ അഹിപ്പിച്ച ദൈവത്തിന്റെ അഗ്നി കർത്താവേ ഞങ്ങളിലേക്ക് ഈ സമയം ഇറങ്ങട്ടെ. കർത്താവേ, ദൈവത്തിലേക്ക് വളരാൻ, സ്വർഗത്തിലേക്ക് ഉയരാൻ, ലോകത്തെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തത് എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ? കർത്താവേ, അവിടുത്തെ തീ ഇറക്കണേ. കർത്താവേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എലിയ ബലിപീഠത്തോട് ചേർന്ന് നിന്നതുപോലെ ഈ ബലിപീഠത്തോട് ഞങ്ങൾ ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തീ ഇറക്കണേ, തീ ഇറക്കണേ, തീ ഇറക്കണേ. 10:17 തീ ഇറക്കണേ. ഇസ്രായേൽ പ്രകാശം അഗ്നിയായി പരിശുദ്ധൻ ജ്വാലയായി മാറും. മറ്റൊറ്റ ദിവസം കൊണ്ട് മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ച് ചാമ്പലാക്കുന്ന സ്വർഗത്തിന്റെ തീ ഇറക്കണേ. കർത്താവെ, പുറപ്പാട് 3 തീ ഇറക്കണേ. കർത്താവെ, മലമുകളിൽ മുൾപ്പറപ്പ് കത്തിച്ചാമ്പലാകാതെ ഇറങ്ങി വന്ന സ്വർഗത്തിന്റെ തീ ഞങ്ങളിലേക്ക് ഇപ്പോൾ ഇറക്കണേ. കർത്താവെ, കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അവിശ്വസ്തതയുടെ മേൽ ദൈവകൃപയൊഴുകട്ടെ. കർത്താവെ, ദൈവ ആശ്രയത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഞങ്ങളുടെ ജീവിത ബലഹീനതകളിൽ തീ ഇറങ്ങട്ടെ. കർത്താവ്, ഞങ്ങളുടെ ജീവിത വ്യഗ്രതകളുമേ തീ ഇറങ്ങട്ടെ. ഞങ്ങളുടെ മാനുഷിക വ്യഗ്രതകളുമേ തീ ഇറങ്ങട്ടെ. സുഖലോലുപതയുടെ മേൽ, ജീവിത വ്യഗ്രതയുടെ മേൽ, ആസക്തികളുടെ മേൽ തീ ഇറങ്ങട്ടെ. കർത്താവേ, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു. 2 കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. സ്വർഗത്തിന് അഗ്നിയേ ഞങ്ങളിൽ നിറയണേ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് 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 ഈശോ 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 ഈശോ. സ്നേഹമുള്ളവരെ, ഈശോ വലിയൊരു അഭിഷേകം തരുന്നു. ഈശോ ഇങ്ങനെ കാണിക്കുന്നു. പരിശുദ്ധ അമ്മ, പ്രത്യേകിച്ച് രക്ത കണ്ണിനൊഴുക്കിയ റോസാ മിസ്റ്റിക്ക മാതാവ് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വരുന്നത് ഈശോ വെളിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ അമ്മ നമുക്ക് വലിയൊരു ധൈര്യം നൽകുന്നു. അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തും, മക്കളെ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഭാവികളെ നേടിയെടുക്കാൻ ഈ കൂട്ടായ്മയെ തെരഞ്ഞെടുത്തതാണെന്ന് അമ്മയെ ഓർമ്മപ്പെടുത്തുന്നു. അമ്മയുടെ വലിയ സാന്നിധ്യം ഈ കൂട്ടായ്മയുടെ നടുവിൽ നിൽക്കുന്നത് ഈശോ കാണിക്കുന്നു. പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ. കൃപാവരം സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു മകന്റെ കൈകളിലേക്ക് തീ കത്തുന്ന ബൈബിള് വെച്ചു കൊടുക്കുന്ന ഈശോ ഒരു ദർശനം തരുന്നു. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു മകനെ കർത്താവ് വീണ്ടും വചനത്തിന് അഗ്നി കൊണ്ട് ഉറകൂട്ടുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. ഓ ബാബാ 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 ബാബാ. പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ.
അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം എന്തോരാനന്ദം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം എന്തോരാനന്ദം വെയിലുണക്കിയ മുൾപ്പടർത്തി തീ പിടിച്ചതുപോലെ ഈ അഭിഷേകം ഓഹോ തീ അഭിഷേകം വെയിലുണക്കിയ മുൾപ്പടർത്തി തീ പിടിച്ചതുപോലെ തീ അഭിഷേകം ഓഹോ തീ അഭിഷേകം ഏറി നിന്ന എന്റെ ചങ്കിൽ റൂഹ തരും നല്ലോ തീ അഭിഷേകം ഓഹോ തീ അഭിഷേകം ഏറി നിന്ന എന്റെ ചങ്കിൽ റൂഹ തരും നല്ലോ തീ അഭിഷേകം ഓഹോ തീ അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം എന്തോരാനന്ദം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം എന്തോരാനന്ദം കൈകളടിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോ ശക്തമായ രോഗശാന്തി വരം കർത്താവ് കൈകളിൽ ഇപ്പോൾ തരുന്ന ഈശോ വെളിപ്പെടുത്തിയാണ്. ഈ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ കൈകളിൽ ഈശോ പിടിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ കർത്താവ് ആ വ്യക്തിക്ക് തരുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തും. ആരാധിച്ച് തീയണയ്ക്കുന്ന വെള്ളത്തിലും തീ ജ്വലിച്ചുയർന്ന പോലെ തീയണയ്ക്കുന്ന വെള്ളത്തിലും തീ ജ്വലിച്ചുയർന്ന പോലെ എന്റെ മനസ്സിന്റെ സങ്കടത്തിൽ എന്റെ മനസ്സിന്റെ നൊമ്പരത്തിൽ തീ കൊളുത്തി നീ വന്നിടുമ്പോൾ എന്തോരാനന്ദം എന്റെ മനസ്സിന്റെ സങ്കടത്തിൽ എന്റെ മനസ്സിന്റെ നൊമ്പരത്തിൽ തീ കൊളുത്തി നീ വന്നിടുമ്പോൾ എന്തോരാനന്ദം തീ അഭിഷേകം തീ അഭിഷേകം തീ അഭിഷേകം ഓഹോ തീ അഭിഷേകം വെയിലുണക്കിയ മുൾപ്പടർത്തി തീ പിടിച്ചതുപോലെ തീ അഭിഷേകം ഓഹോ തീ അഭിഷേകം ഏറി നിന്ന എന്റെ ചങ്കിൽ റൂഹ തരും നല്ലോ തീ അഭിഷേകം ഓഹോ തീ അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം എന്തോരാനന്ദം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം എന്തോരാനന്ദം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ തീ അഭിഷേകം തീ 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 അഭിഷേകം തീ അഭിഷേകം എന്തോരാനന്ദം തീ അഭിഷേകം തീ അഭിഷേകം തീ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഭാഷാവർത്തി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ കൃപകൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കൃപകൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കൃപകൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കൃപകൾ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ വലിയൊരു അഭിഷേകം ഈശോ നൽകുന്നു. പ്രാർത്ഥിക്കുമ്പോ വലിയ മടുപ്പ് അനുഭവിക്കുന്ന 3 മക്കൾക്ക് വീണ്ടും പ്രാർത്ഥനയുടെ തീ കർത്താവ് ചങ്കിൽ തരുന്നു. ഓർമ്മക്കുറവുള്ള ഒരു വ്യക്തി കർത്താവ് ജ്ഞാനം തരുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. വിശുദ്ധി വിശുദ്ധി ഒരു വരമായി കർത്താവേ നൽകണമേ പ്രാർത്ഥിച്ച് ആരാധന 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 പാടാം ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ
പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നത്തെ കുർബാനയിൽ നമുക്ക് ഈ സന്ദേശം ഒരു മിനിറ്റ് നമുക്ക് ശ്രദ്ധിച്ച് എന്താണ് നമുക്ക് നൽകുന്നതെന്ന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മളെല്ലാവരും ആകുലപ്പെടുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി ആകുലത, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ആകുലപ്പെടുത്താറുണ്ട്, മക്കളെപ്പറ്റി ആകുലത. ഇങ്ങനെ ആകുലത നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം തന്നെ ക്ഷയിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കർത്താവിലെല്ലാം സമർപ്പിക്കുവാൻ നമുക്കിടയായിത്തീരണം. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് നമ്മുടെ മനസ്സിൽ ചിത്രം വരച്ചുകൊണ്ടാണ്. ആകാശത്തിലെ പക്ഷികളെ നിരീക്ഷിക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ലില്ലി പുഷ്പങ്ങളെ നോക്കുവിൻ, എത്ര മനോഹരമായിട്ട് കർത്താവെ അണിയിച്ചൊരുക്കുന്നു ഒക്കെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മളെ ആവശ്യമെല്ലാം കർത്താവ് അവയ്ക്ക് നൽകുന്നത് പോലെ നമുക്കെല്ലാം അതിൽ കൂടുതലായിട്ട് നൽകുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആഴമായ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. സ്വർഗരാജ്യം അന്വേഷിക്കുക, ബാക്കി എല്ലാം തരപ്പെടും. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക, ഒന്നാം പ്രമാണം. രണ്ടാമത് മറ്റുള്ളവരെ, ഇഷ്ടമില്ലാത്തവരെ, ശത്രുക്കളെ പോലും സ്നേഹിക്കുക, കരുണ കാണിക്കുക. ഈ സ്വർഗരാജ്യത്തിലെ പ്രവേശനം ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പം മനസ്സിൽ ആരോടെങ്കിലുമൊക്കെ ഇഷ്ടക്കേട് തോന്നുക, അവർക്കൂടെ കരുണയോട് പ്രാർത്ഥിക്കണം. കരുണ കൊടുക്കുമ്പോഴാണ് ദൈവ മക്കളായി തീരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യവും കർത്താവ് നോക്കിക്കൊള്ളും. എത്ര നല്ല വാക്യങ്ങൾ, ശക്തിപ്പെടുന്ന വാക്യങ്ങളുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ ഇടയ്ക്കൊരു ആശ്വസിപ്പിക്കാം, അമ്മയെപ്പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇതെല്ലാം വലത്തുകാരും പിടിച്ചിട്ടുണ്ട്, താങ്ങ് നിർത്തിക്കോളും. യേശായിൽ നിങ്ങളെ 40-40 അധ്യായം മുതൽ മുഴുവൻ വായിച്ചു നോക്കി. ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുന്ന വാക്യങ്ങൾ ധാരാളം അധ്യായത്തിൽ കിടപ്പുണ്ട് നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം, പൂർണ്ണമായിട്ടും ആശ്രയിക്കണം. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ദൈവാശ്രയം ലഭിക്കാൻ വേണ്ടി ഏത് സാഹചര്യം കർത്താവെ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങനെ കർത്താവാണ്, രക്ഷകനാണ്, അങ്ങോട്ട് ഞാൻ ചാരി നിൽക്കുന്നു, ഞാൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല, അങ്ങനെ എല്ലാമാണ് എന്ന് ബലപ്പെട്ട് പറയാണ്ട് നമുക്കിടയായി തീരണം. ഈ ആശ്രയബോധം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി മക്കളെയും ഇതൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് അറിയില്ലപ്പോൾ അവിടെ നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണല്ലോ, അവിടുന്ന് ഇതാ ഞാനെന്ന് പറയുന്നവനാണല്ലോ. മകളിൽ നിനക്ക് എന്താണ് വേണ്ടതിനോട് പറയുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ ഇടയ്ക്ക് വരാനല്ല ഈശോ പറയുന്നത്. ആ ഭാരങ്ങളെ ഇറക്കി വെച്ച് ശാന്തമായിട്ട് കർത്താവിനെ സ്നേഹിക്കുവാനും സ്നേഹിക്കുന്നതെന്ന് പറയുവാനും എൻ്റെ അരിയുള്ള കർത്താവിനോട് സംസാരിക്കാനുമുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആശ്രയത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ നീ ആശ്രയിക്കുവാൻ, സ്വർഗ്ഗരാജ്യം അന്വേഷിക്കുവാനുള്ള കുറുക്ക് വഴികളൊക്കെ അവിടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എപ്പോഴും നീ അരികിൽ തന്നെ ഉണ്ട്, അടുത്തുണ്ട്. നിന്നോട് എന്ത് പറഞ്ഞാലും അടുത്തുനിന്ന് കേട്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നല്ല ദൈവത്തെ മുൻപിൽ കാണുവാനും നിന്നോട് സംസാരിക്കുവാനും സ്നേഹത്തോടെ നിൻ്റെ മുറിപ്പാട് ചുംബിച്ച് നിനക്ക് സ്നേഹം തരുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്നും എപ്പോഴും ഏത് സാഹചര്യത്തിലും ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ അവരെ മക്കൾക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആവശ്യമിച്ചാണ് കൃപ, പിതാവിൻ്റെ സ്നേഹം, പരിശുദ്ധ സമാധാനം, സന്തോഷവും ഈ മക്കൾ നിറഞ്ഞു നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അന്ധർക്കു കാഴ്ചയുമായി, ബന്ധിതർക്കു മോചനമായി, ബധിരർക്കു കേൾവിയും സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളെയും, എല്ലാ സമർപ്പിതരെയും, ഇതിന്റെ അധികാരികളെ, പങ്കെടുക്കുന്നവരെ, ഈ മണ്ണിൽ കാലുകുത്തുന്നവരെയും എല്ലാം ആശീർവദിക്കണേ, സ്പർശിക്കണേ, നമ്മുടെ സ്വന്തമാക്കി മാറ്റണേ. ആരാധന ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും